പൊതിയണമേ അപ്പ. ഹല്ലേലൂയ. അനേകം ദൂതുകളെ കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പ ഞങ്ങളുടെ ജീവിതത്തെ ഹല്ലേലൂയ സ്തോത്രം ഉല്ലാസത്തോടുകൂടെ നടത്തുവാൻ, ഉന്മേഷത്തോടെ നടത്തുവാൻ, ഉല്ലസിക്കുവാൻ, അഭിഷേകത്തിൽ ഉല്ലസിക്കുവാൻ തൊക്കെ വേണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ജീവിതത്തിലെ എല്ലാ കുറവുകളെ പരിശുദ്ധനെ നീക്കണം. തക്ക കാലത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതത്തിന് ഉടമകളാക്കി പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഹിക്കണമേ. ഫലമുറവാകേണ്ടതിന് ദൈവഭയത്തിൽ ഞങ്ങളെ ഉറപ്പിക്കുന്നതിനായി സ്തോത്രം. കർത്തന്റെ പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവങ്ങളുടെ നാമം മഹത്വപ്പെടണമേ. എല്ലാ പ്രതിസന്ധികളുടെ വെല്ലുവിളികളുടെ നടുവിൽ കർത്താവിന്റെ പരിശുദ്ധ സാന്നിധ്യം കൂടിയിരിക്കണമേ അപ്പ. യേശുവേ സ്വതം വീണ്ടും അപ്പന്റെ സന്നിധിയിൽ ഞങ്ങൾ കർത്താവങ്ങളുടെ പാദപീഠത്തില അല്ലെങ്കിൽ ജീവന്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ കർത്താവ് അടുത്തു വരികയാണ്. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തന്റെ കൃപയിലെ പങ്ക് പൊതിഞ്ഞു സൂക്ഷിക്കുന്നതിനായി സ്തോത്രം, ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വതം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വതം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വർഗം നൽകി. ഹല്ലേലൂയ സ്തോത്രം. നല്ല ഒരു സങ്കീർത്തന പ്രഭാവം നമ്മൾ കേട്ടു. അതിന്റെ അനുഗ്രഹങ്ങളും അഭിവൃദ്ധികളും നമ്മൾ അറിയുവാനും സ്തോത്രം അനുഭവിക്കുവാനൊക്കെയും സ്വർഗം നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ചെയ്ത എല്ലാ നല്ല ദാനങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിന്റെ കൃപ സ്തോത്രം ഇന്ന് പകൽ നേരം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം നമ്മൾ അല്പനേരമായി ചില ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുവാനും പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇന്ന് പകൽ നേരം നമുക്ക് വേണ്ട ആത്മീക ആഹാരം നൽകുവാനും ഇടയാകട്ടെ. പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ബുദ്ധിയിൽ നിന്ന് പ്രസംഗിക്കാനല്ല വരുന്നത്, ആത്മാവ് നമ്മളെ നടത്തുമാറാകട്ടെ. അപ്പൊ ചോദിക്കും ബുദ്ധിയില്ലാതെ പറ്റുമോ? ബുദ്ധി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ തന്നെ യേശോദ നീ എന്ത് ചിന്തിക്കണമെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണം. നീ എന്ത് വഴികളിലൂടെ പോകണമെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണം. ഇന്ന് പകൽ നേരം നമ്മുടെ ആത്മാവിനെ ദൈവശബ്ദം തൊടണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവിന്റെ വഴിയിൽ നമ്മൾ പോകുവാൻ തയ്യാറാകണം. അങ്ങനെ ആത്മാവിന്റെ വഴികളിൽ നമ്മൾ പോകുവാൻ തയ്യാറാകുമ്പോൾ വിശാലമായ വഴികളെ കർത്താവ് അവിടെ തുറക്കുവാൻ ഇടയായിത്തീരും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം. ആമേൻ. ഹല്ലേലൂയ. എപ്പോഴാണ് സംഭവിക്കുന്നത്? അവന്റെ സ്വന്തം ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം, അതിൽ സന്തോഷിക്കണം. ജീവന്റെ വചനത്തിൽ സന്തോഷിക്കുന്നവർ മാത്രമാ ക്രിസ്തീയ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കത്തുള്ളൂ. ജീവന്റെ വചനത്തിലേക്ക് വരാത്ത ഒരു വ്യക്തിക്ക്, ജീവന്റെ വചനത്തിൽ സന്തോഷിക്കാത്ത ഒരു വ്യക്തിക്കും ഒരിക്കലും സ്വസ്ഥതയും സമാധാനം ജീവിതത്തിൽ ലഭിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മെ ഓരോ പ്രതിസന്ധിയിൽ പിടിച്ചു നിർത്തുന്നത് വചനമാണെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഹല്ലേലൂയ, യഹോവയെ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പുതുക്കുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവനാണോ? ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ നിറവോടെ നീ ദൈവത്തിന്റെ കൃപയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ കാത്തിരിക്കുവാൻ നിന്നെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നുണ്ടോ? അതിശയങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കാണേണ്ടതിന്, മഹിമ കാണാനാണ് നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം നമ്മളുടെ ചിന്തകളെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് തിരിക്കാം. ഇന്ന് പകൽ നേരം ഹല്ലേലൂയ നമുക്ക് റോമാലേഖനം ഹല്ലേലൂയ അതിന്റെ 6-ാം അധ്യായം, റോമാലേഖനം 6-ാം അധ്യായം 6-9 വാക്യം. അതിന്റെ 8 മുതൽ വായിച്ചു. 6-ന്റെ 8 മുതൽ. ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പൗലോസ് അപ്പോസ്തലൻ ശക്തമായി വചനം മാനവരാശിയുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് അവന്റെ സ്തോത്രം ഹല്ലേലൂയ അവന്റെ കുറവുകളെ തീർത്ത് അവന്റെ സ്തോത്രം ആത്മാവിന്റെ കുറവുകളെ പരിഹരിക്കേണ്ടതിന് ദൈവപുത്രന്റെ ശരീരയാഗത്താൽ ഹല്ലേലൂയ സ്വന്തം വീണ്ടെടുപ്പിന്റെ സ്വന്തം വചനങ്ങളെ ഇവിടെ സ്വന്തം പൗലോസ് ആത്മാവിൽ പ്രാപിച്ച് നമുക്ക് വെളിപ്പെടുത്തുകയാണ്. വീണ്ടെടുക്കപ്പെടുവാൻ വീണ്ടെടുക്കപ്പെട്ടവരെ ഹല്ലേലൂയ ബലപ്പെടുത്തേണ്ടതിന് അവരെ വീണ്ടെടുത്ത വിധങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. എങ്ങനെയാണ്? നമുക്ക് വേണ്ടി ദൈവപുത്രനാകുന്ന ക്രിസ്തു കഷ്ടം സഹിക്കേണ്ടതിന് ലോകത്തിലേക്ക് വന്നു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു കഷ്ടം നമുക്ക് വേണ്ടി സഹിച്ചു. അവൻ നമുക്ക് വേണ്ടി പകരക്കാരനായി കാൽവറിയിൽ പാപത്തിന്റെ ശിക്ഷ വഹിച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി പകരക്കാരനായി തീർന്നു കാൽവറിയില്. ആമേൻ. അപ്പോൾ തന്നെ പൗലോസ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ മരണവാശങ്ങളെ അടിച്ച് ഉയർത്തെഴുന്നേറ്റ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. രൂപാന്തര തേജസ് പ്രാപിച്ച, ഉയർപ്പ് പ്രാപിച്ച ദൈവപുത്രനാകുന്ന ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറയുന്നു. ഇനി മരണത്തിന്
മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. ആമേൻ. ഇനിമേൽ മരണത്തിന് ക്രിസ്തുവിന്റെ മേൽ അധികാരമില്ല. ഹല്ലേലൂയ. കാരണം മരണത്തെ ജയിച്ചവന്റെ മേൽ പിന്നീട് മരണത്തിന് അധികാരമില്ല. ഹല്ലേലൂയ. താഴ്ച വന്ന ശരീരം പ്രാപിച്ചവൻ മരണം ആസ്വദിച്ചു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കുക നിമിത്തം സാത്താനും അവന്റെ സകല ആയുധവർഗങ്ങളും കാൽവരിയിൽ പിടിച്ചടക്കപ്പെട്ടെങ്കിൽ പിന്നീട് മരണത്തിന് ശക്തികൾക്ക് ക്രിസ്തുവിന്റെ മേൽ അധികാരമില്ലെന്ന് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നവൻ ആരാണ്? നമ്മൾ എന്നോട് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്. ഹല്ലേലൂയ. ഇനി മരണത്തിന് അവനെ പിടിക്കുവാനോ അവനെ ജയിക്കുവാനോ കഴിയത്തില്ല. മരണത്തിന് മീതെ ജയിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. നാം സേവിക്കുന്നവൻ ആരെയാണ് ജയിച്ചത്? മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്. ആമേൻ. ഇനി മരണത്തിന് ക്രിസ്തുവിന്റെ മേൽ അധികാരമില്ല. ആമേൻ. കർത്തൃത്വമില്ല. അല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഇതിന്റെ കൂടെ സ്തോത്രം ഒരു ഭാഗം നമുക്ക് വായിക്കണം. റോമാലേഖനം നമ്മൾ സ്തോത്രം കൊലോസ്യ ലേഖനം വേണ്ട, നമുക്ക് 2 വാക്യങ്ങൾ വായിച്ചത് നമുക്ക് വായിക്കാം. വായിച്ചോട്ടെ. തുടർന്ന് ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ശ്രദ്ധിക്കണം, നാം പ്രത്യാശിക്കുന്നവനെ ഇനി അവനെ മരണത്തിനോ സ്തോത്രം ഹല്ലേലൂയ കല്ലറകൾക്കോ പിടിച്ചു വെക്കാൻ കഴിയാതെ ഒരുവൻ ഹല്ലേലൂയ ഉയരത്തിലുണ്ട്. അവൻ മരണത്തെ ജയിച്ചവനാണ്. ആമേൻ. നാം പ്രത്യാശിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥന, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ആരാധനയിലും വചന ശുശ്രൂഷയിലും സാക്ഷ്യത്തിലും എല്ലാം ഇത് പ്രതിഫലിക്കണം. ദൈവപുത്രന്റെ കഷ്ടാനുഭവം അത് പ്രതിഫലിക്കണം. നമ്മെ വീണ്ടെടുക്കേണ്ടത് അവൻ മരണം ആസ്വദിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഈ പാപത്തിന്റെ അധികാരിയായി പിശാചിന്റെ ഹല്ലേലൂയ ബന്ധനത്തിൽ കീഴുന്ന മാനവരാശിയെ രക്ഷിക്കേണ്ടതിന് അവനും സ്തോത്രം ഹല്ലേലൂയ ജഡം ധരിച്ചവനായി ലോകത്തിൽ വെളിപ്പെട്ടു. ക്രിസ്തു നമുക്ക് വേണ്ടി പാപപരിഹാരത്തിനായി കാൽവറിയിൽ തകർക്കപ്പെട്ടു. അവൻ മരണവാസികളെ അടിച്ചുയർത്തെഴുന്നേറ്റിരിക്കുക നിമിത്തം മരണത്തിന്റെ അധികാരിയെ പിശാചിനെ ക്രിസ്തു ജയിച്ചു. അതുകൊണ്ട് ആ കർത്താവ് പാപത്തെയും ജഡത്തെയും പിശാചിനെയും ജയിച്ചു, അവൻ ലോകത്തെയും ജയിച്ചു എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് വരുമ്പോഴാണ് നമ്മളിൽ ദൈവശക്തി വ്യാപരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പലരും പരാജയപ്പെടുന്ന എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണെന്നറിയാമോ? എപ്പോഴും പോകുന്നത് ഹല്ലേലൂയ കുറെ ആവശ്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരവസ്ഥ, ഒരു ആവശ്യം മാത്രമാണ് വർഷങ്ങളായിട്ട് ആവശ്യം മാത്രം പറയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആവശ്യം മാത്രം കേൾക്കുന്ന ഒരു സ്വർഗത്തിലെ പിതാവ്. ഈ നിലവാരത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ അധപ്പതിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അവളിയ സ്തോത്രത്തോടെ ദൈവത്തിൽ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കണം. നമ്മൾ അത് മാത്രമല്ല നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, നമ്മൾ ഈ അല്പകാലമാണ് ഈ ഭൂമിയിലുള്ളത്. അല്ലേ? ഹല്ലേലൂയ. എത്ര കാലമുണ്ട്? ഏറിയാൽ 80, അല്ലേ? ചിലർ 120 വരെ സ്പീഡോമീറ്റർ കയറി പോകുന്നുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, 70 ഏറെ ആയാൽ 80, അത് കഴിഞ്ഞുള്ള പ്രതാപമൊക്കെ കഷ്ടമാണ്. അപ്പോൾ മനസ്സിലാക്കണം, അത്രയും നമ്മുടെ ആയുസ്സിൽ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് നമുക്ക് നിത്യമായ ശാശ്വതമായ രാജ്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. ഹല്ലേലൂയ. ആ രാജ്യമാണ് നമ്മുടെ നിത്യമായ ഭവനം. അല്ലേ? സ്വർഗീയ യെരൂശലേമിലേക്ക്, ദൈവത്തിന്റെ നഗരത്തിലേക്ക് നമ്മൾ ചെല്ലണം. അവിടെയാണ് നമ്മുടെ നിത്യമായ വാസസ്ഥലം ഇരിക്കുന്നത്. കർത്താവിന്റെ അനേക കൊട്ടാരങ്ങൾ, അല്ലേ? അനേക വാസസ്ഥലങ്ങൾ. There are many mansions. അനേക കൊട്ടാരങ്ങളാണ് സ്വർഗത്തിലിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളെ വസിപ്പിക്കുവാനാണ് കർത്താവ് പോകുന്നത്. അതുകൊണ്ട് ആ നിത്യമായ സൗഭാഗ്യത്തെ കുറിച്ചുള്ള ബോധം നമ്മളിനുള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് ഇവിടെ കിടന്ന് കറങ്ങാനല്ല, ഇവിടെ എന്തെങ്കിലും ആയി തീരാനല്ല. എന്ന് പറയുമ്പോൾ സ്തോത്രം പറയും, കാര്യത്തോടെ എടുക്കുമ്പോൾ അതൊക്കെ വിടും. പ്രാർത്ഥനയും ആരാധനയും കേൾക്കുമ്പോൾ സ്തോത്രം ആരാധനയും പറഞ്ഞ് കേൾക്കും. പ്രാർത്ഥന കഴിഞ്ഞ് ആരാധനയും കഴിഞ്ഞ് സഭാകളിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ പഴയ സാധനം കയറി വരും. ഇങ്ങനെ ആകരുത്. പിന്നെ എങ്ങനെ വേണം? ആത്മാവിൽ നമ്മൾ നിറഞ്ഞ് ഏത് സാഹചര്യത്തിൽ കൂടെ പോയാലും ഈ വെളിപ്പാടിൽ വിട്ട് നമ്മൾ നടക്കരുത്. നമ്മളൊരു വ്യക്തിയോട് സംസാരിച്ചാൽ, ഏത് വിഷയത്തിൽ ഇടപെട്ടാൽ നമ്മുടെ ഉള്ളത്തിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ബോധത്തിനും പരിജ്ഞാനത്തിനും പ്രത്യാശയിലും മാത്രമേ നമ്മൾ സംസാരിക്കാവുള്ളൂ, ഇടപെടാവുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളിൽ സ്വർഗത്തിന് ഇടപെടാൻ സാധിക്കത്തുള്ളൂ. അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാ. പ്രാർത്ഥന ആരാധന കേൾക്കും, ഭയങ്കര സ്തോത്രം ആരാധന എല്ലാം പറഞ്ഞിങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവനാണോടെ അവിടെ ഇരുന്ന് കൈയടിച്ചെന്ന് തോന്നിപ്പോകും. അല്ലേ? കാരണം എന്നാ? ഹല്ലേലൂയ. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വേറൊരാളാ. അങ്ങനെ ആകരുത്. പിന്നെ എന്താ വേണ്ടത്? ഏത് നിന്റെ മറുപടിയിലും ഏത് സംസാരത്തിലും ദൈവ സാന്നിധ്യവും ദൈവശബ്ദവും സ്തോത്രം ഹല്ലേലൂയ പ്രതിഫലിക്കണം.
ഹല്ലേലൂയ. നിന്നിൽ അഭിഷേകമില്ലേ, പോയി. അത് വേറൊരു വിഷയം, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അറിയുന്നവർ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഞാനൊരു കാര്യം ഇന്ന് പകൽ നേരം പറയാം. ഹല്ലേലൂയ. പ്രത്യാശ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നാം ആരെയാണ് സേവിക്കുന്നത്, അവന്റെ ഗുണങ്ങളും സൽഗുണങ്ങളും നമ്മൾ ഗ്രഹിച്ച് നമ്മൾ അവന് വേണ്ടി നിലകൊള്ളണം എന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന് വേണ്ടി നിലകൊള്ളണം. ആര് പരിഹസിച്ചാൽ, ഒരു കാര്യം പറയാം, നിന്നെ ആരും അംഗീകരിച്ചില്ലേ, പോയി പണി നോക്കാൻ പറ. നിന്നെ ആരും ഉൾക്കൊണ്ടില്ല, നോ പ്രോബ്ലം. കാരണം എന്നാ, നിന്നെ വിളിച്ച ഒരു നാമമുണ്ട്. ഹല്ലേലൂയ. ആ നാമം നിന്നെ പേര് കൊണ്ട് വിളിച്ച അന്ധകാരത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നെങ്കിൽ ഇന്നും അനേക വ്യക്തിത്വങ്ങൾ ഹല്ലേലൂയ ഇരുട്ടിലിരിപ്പില്ലേ, അനേകർ ഇരുട്ടിലിരിപ്പില്ലേ. അവരിന്നും പലരും വെളിച്ചം കാണാതെ ഇരിക്കുകയാണ്, രക്ഷ അറിയാതിരിക്കുക. വേണ്ട, സഭയ്ക്കകത്ത് വന്നിട്ട് വീണ്ടും നീ ചെയ്യുന്ന ശുശ്രൂഷയെ വ്യാഖ്യാനിക്കാനും ദുർവ്യാഖ്യാനം ചെയ്യുവാനും അല്ലെങ്കിൽ കുറ്റം പറയാനൊക്കെയാണ് നിൽക്കുന്നത്. നീ അത് വിട്ടുകളഞ്ഞേക്ക്. കാര്യം നീ ചെയ്യുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ചെയ്യുവാൻ വിധിക്കപ്പെട്ടവരാണ് ഓരോരുത്തരും. പക്ഷെ അനേകർ കർത്താവിൽ നിന്ന് അകന്നു നിൽക്കുന്നതുകൊണ്ട് വിളിയൊന്നും വരുന്നില്ലെന്നേ. പിടികിട്ടിയോ? ഹല്ലേലൂയ. എത്ര കാലം ഉണ്ടെന്ന് എണ്ണി വെച്ചോ, എത്ര വർഷം നീ ഇനി അവശേഷിക്കുമെന്ന് എണ്ണി വെച്ചോ. അല്ലെങ്കിൽ ഇപ്പോ രാത്രി കിടന്നുറങ്ങുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോ പലരുടെയും ന്യൂസ് കേൾക്കുമ്പോ ഭൂമിയിലില്ല, പോയി. ഇന്നലെ രാത്രി അല്ലെ പകല് മുഴുവൻ കഴിഞ്ഞ് വൈറ്റിയെന്ന് പറഞ്ഞ് പകലുണ്ടായിരുന്നു, വൈറ്റ് ഇത്രയപ്പോ ആള് ഭൂമിയിൽ നിന്ന് പോയി. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ നടുവില് നിന്റെ പ്രത്യാശ നീ ഉറപ്പിച്ചോണം കേട്ടോ. ഇത് കേൾക്കുമ്പോ വാടാനും തളരാനല്ല പോകേണ്ടത്. കൃപ പ്രാപിച്ചവർ ദൈവകൃപയിൽ ബലപ്പെട്ടോണം. ഹല്ലേലൂയ. സ്തോത്രം. അല്ലെങ്കിൽ കാര്യങ്ങളോട് അടുക്കുമ്പോ ഇങ്ങനെ കിളികൾ രണ്ട് കയ്യിലും മണി കൊടുത്താൽ കിലുക്കിക്കൊണ്ടിരിക്കും. കാര്യം പേടി തുടങ്ങും. കാരണം എന്നാ, ചിലർ എനിക്ക് പേടിയൊന്നുമില്ല, ഇല്ല വിശ്വാസമില്ല, പിന്നെ എങ്ങനെ പേടി ഉണ്ടാകുന്നത്? വിശ്വാസമുള്ളവരല്ലേ പേടി ഉണ്ടാകത്തുള്ളൂ, പരിജ്ഞാനമുള്ളവരല്ലേ പേടിയുള്ള, അറിവുള്ളവരല്ലേ പേടി ഉണ്ടാവുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിന്റെ കയ്യിലേക്ക് ഒരു ഗ്രനേഡിന്റെ ഒരു പിന്നി വലിച്ചൂരിട്ട് നിന്റെ കയ്യിലേക്ക് കൊണ്ടെത്തുന്നു, ഇത് കയ്യിലിരുന്ന് പൊട്ടുമെന്ന് അറിവുള്ളവൻ മാത്രമേ പേടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നീ പറയാം, തേങ്ങാ പോലിക്ക് സാധനം എന്റെ കൈ കിട്ടിയെന്ന്. മനസ്സിലായോ പറഞ്ഞത് എന്നാന്ന്? ഹല്ലേലൂയ. നിന്റെ കൈ കിട്ടിയിരിക്കുന്ന എന്നാന്ന് നിനക്ക് അറിവില്ലെങ്കിൽ നിനക്ക് പേടിയില്ല. കാര്യം മനസ്സിലാവില്ലേ പേടി ഉണ്ടാകത്തുള്ളൂ. പേടി ഉണ്ടായെങ്കിൽ അത് കുറവല്ല. നീ സ്തോത്രം ഹല്ലേലൂയ അപകടനില തരണം ചെയ്യുവാൻ നിന്റെ ഉള്ളത്തിലൊരു ഭയം വന്നെങ്കിൽ നീ ഭാഗ്യവാനാണ്. അനേകർ ഒരു ഭയവും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ നടുവിലാണ് നീ ഭയപ്പെടുന്നത്. അല്ലെങ്കിൽ നിന്റെ ഭയത്തിന് ഒരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് അടുത്ത വാക്യം വായിച്ചേ. മരിക്കുകയില്ല എന്ന് നാം അറിയുന്നുവല്ലോ. ശ്രദ്ധിക്കണം, കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് മരിച്ചത്? അവൻ പാപസംബന്ധമായി. ക്രിസ്തുവിൽ പാപം ഉണ്ടായിരുന്നോ? പാപം അറിയാത്തവനായിരുന്നു അല്ലേ? പാപം അറിയാത്തവനാകുന്ന ക്രിസ്തു, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് എന്തിനാണ്? ഹല്ലേലൂയ. നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യം. 9:14. എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യം. നിത്യാത്മാവിനാൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. നിത്യാത്മാവിനാൽ, നിത്യജീവന്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന് മനസ്സിലാക്കണം, പുത്രനാകുന്ന യേശു ക്രിസ്തു ഭൂമിയിൽ തന്റെ ജഡം വസിക്കുമ്പോൾ തന്നെ ആത്മാവാകുന്ന ക്രിസ്തു ഹല്ലേലൂയ പിതാവിലും വസിക്കുകയാണ്. അങ്ങനെ താൻ ആത്മാവിൽ ഹല്ലേലൂയ പിതാവിൽ വസിക്കുമ്പോൾ തന്നെ താൻ ജഡത്തിൽ ഭൂമിയിലായിരിക്കുകയാണ്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ജഡത്തിൽ ഭൂമിയിൽ ഹല്ലേലൂയ പുത്രനാകുന്ന യേശു ക്രിസ്തു വസിക്കുമ്പോൾ ക്രിസ്തുവിൽ ഇരിക്കുന്ന നിത്യാത്മാവിനാൽ പിതാവിന്റെ സന്നിധിയിൽ തന്നെത്താൻ ക്രിസ്തു സമർപ്പിക്കുകയാണ്. ആ അർപ്പിക്കുന്നത് തന്റെ ആത്മാവിനെ തിരുക്കരത്തിൽ ഏൽപ്പിക്കുകയാണ്, യാഗമായി തീരുവാൻ. മനസ്സിലായോ? ആ വാക്യം ഒന്നുകൂടെ വാക്യം. നിത്യാത്മാവിനാൽ ദൈവത്തിന്, പിതാവായ ദൈവത്തിന്. ശ്രദ്ധിക്കണേ, നമുക്കാർക്കും കഴിയാത്ത കാര്യമാണ് ആത്മാവിൽ നിഷ്കളങ്കനായിരിക്കുക. പറ്റുമോ? നാം പാപത്തിൽ ജനിച്ച് പാപത്തിന്റെ വഴികൾ ജീവിച്ചിരുന്ന നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നു. നമ്മുടെ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോട് അടക്കേണ്ടതിന് സ്നാനമേറ്റു. അങ്ങനെ ആദാമ്യ പാപം നമ്മളിൽ നിന്ന് കഴുകപ്പെട്ടു. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നിഷ്കളങ്കത്വത്തിലേക്ക് നമ്മൾ നടന്നു വന്നത്.
നീതിയിലും സത്യത്തിലും നടക്കാൻ തുടങ്ങിയത് എപ്പോഴാ? രക്ഷിക്കപ്പെട്ടതിന് ശേഷമല്ലേ? അതിനു മുമ്പ് ഹൃദയം മുഴുവനും മലിനമാകുന്ന പാപചിന്തകൾ കൊണ്ട് നിറഞ്ഞ് നിരൂപണങ്ങളും ചിന്തകളും പാപങ്ങളും എല്ലാം പാപത്തിൽ കുതിർന്നു കിടന്നപ്പോൾ അതിൽ നിന്ന് എന്നെയും നിന്നെ വീണ്ടെടുത്തത് യേശുവിന്റെ രക്തമല്ലേ? ഹല്ലേലൂയ. അപ്പോൾ പുത്രനാകുന്ന യേശു ക്രിസ്തു നിത്യാത്മാവിനാൽ പിതാവായ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച കണ്ടോ, ക്രിസ്തുവിന്റെ രക്തം. ആമേൻ. അപ്പോൾ നിത്യാത്മാവിനാൽ പിതാവിന്റെ സന്നിധിയിൽ പുത്രനാകുന്ന യേശു ക്രിസ്തു യാഗമർപ്പിക്കപ്പെട്ടപ്പോൾ, നിത്യാത്മാവിനാൽ ആ യാഗമർപ്പിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിന്റെ രക്തം നിഷ്കളങ്ക രക്തമാണ്. ദൈവത്തിലുള്ള പൂർണ്ണ നിഷ്കളങ്കത്വം ജഡത്തിൽ വെളിപ്പെട്ടപ്പോഴും പൂർണ്ണമായി അവന്റെ രക്തത്തിലും പൂർണ്ണമായി അത് വെളിപ്പെടേണ്ടതിന് താൻ ജഡത്തിൽ വെളിപ്പെടുകയും കാൽവരിയിൽ തകർക്കപ്പെടുകയും ചെയ്തപ്പോ ദൈവത്തിന്റെ പൂർണ്ണ നിഷ്കളങ്കത്വം രക്തത്തിലൂടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നെങ്കിൽ ആ രക്തമാണ് എനിക്കും നിനക്കും വേണ്ടി ഊറ്റിയതെന്ന് മറന്നു പോകരുത്. ആമേൻ. വായിച്ചാട്ടെ. ശ്രദ്ധിക്കണം, ജീവനുള്ള ദൈവത്തിലേക്ക് എന്നെയും നിങ്ങളെയും ആത്മാവിൽ എത്തിച്ചത്, എന്നെയും നിന്നെയും വിലയ്ക്ക് മേടിച്ച ഒരു രക്തമാണ്. എന്നെ പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തിക്കേണ്ടതിന് ഒരു നിഷ്കളങ്ക രക്തം എന്നെ നിർമ്മലമായ വഴിയിലൂടെ നടത്തി. അത് യേശുവിന്റെ രക്തമാണ്. നാം ആരെ സേവിക്കുന്നു എന്ന് ഗ്രഹിക്കണം. നാം ആരെ സ്വന്തം ഹാളിൽ പിൻപറ്റുന്നു എന്ന് നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് വേണം ജീവിക്കുവാനായിട്ട്. ആമേൻ. വായിച്ചാട്ടെ. കണ്ടോ, നിർജീവ പ്രവൃത്തികൾ. നാം പാപിയ സ്വഭാവം നമ്മുടെ ഉള്ളത്തിൽ കിടപ്പുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. എന്താ പറഞ്ഞാന്നറിയാവോ? എന്നാ പറഞ്ഞേ? നമ്മൾ ഈ ഭാഗത്തിലേക്ക് നമ്മൾക്ക് മടങ്ങി വരേണ്ടത്, ഇതെല്ലാം മടങ്ങി വരണം. നമ്മൾ ഗിരിപ്രഭാഷണം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഗിരിപ്രഭാഷണത്തിന്റെ അകത്ത് വളരെ വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട്. ആമേൻ. സ്തോത്രം. നമുക്കൊന്ന് എടുക്കാം. ഹല്ലേലൂയ. 5, 6, 7 എൻ്റെ അറിവനുസരിച്ച്. എനിക്കൊന്ന് 6-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ. 5-ാം അധ്യായത്തിൽ തന്നെയാണ്. ആമേൻ. അതിന്റെ 27-ാം വാക്യം. 5:27. മത്തായി 5:27. വായിച്ചാട്ടെ. ഞാനോ നിങ്ങളോട് പറയുന്നത്, 5-ാം അധ്യായം 27-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 5:27. വ്യഭിചാരം ചെയ്യരുത്. അവിടെ ഏതാ വായിച്ചേ? വായിച്ച കണ്ണ് കാണട്ടെ ഇനിയെങ്കിലും. വായിച്ചേ. ശ്രദ്ധിക്കണം, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അടുത്തത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലം കണ്ട് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവനും ശ്രദ്ധിച്ചേ. അപ്പൊ പാപം ചെയ്താൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ പറയുമ്പോൾ ശ്രദ്ധിക്കണം. സ്തോത്രം. നിന്റെ ഹൃദയത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട്. ശ്രദ്ധിക്കണം, നോക്കുന്ന കണ്ണ് ചൂഴ്ന്ന് കള. പക്ഷെ ഒരു കാര്യമുണ്ട്, പാപം അപ്പോൾ ഹൃദയത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അതിനെന്ത് പരിഹാരമുണ്ട്? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്നത് പാപമാണോ? അതെ, തീർച്ചയായും. നമ്മുടെ പുറമെ കൈകൊണ്ടോ നമ്മുടെ അവയവങ്ങൾ കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ചെയ്തത് പാപമാണോ? അത് തന്നെ. അത് ഈ വെട്ടിയെറിഞ്ഞു കളഞ്ഞാലും ചൂഴ്ന്നു കളഞ്ഞാലും പാപം അപ്പോഴും ഉള്ളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പുറമെ ഏതെങ്കിലും ഒരു അംഗഹീനനായിരുന്നു എന്ന് കണ്ടുകൊണ്ട് അവന്റെ ഉള്ളിൽ പാപമില്ല എന്നുള്ള ചിന്ത വിട്ടേക്ക്. മനസ്സിലാകുന്നുണ്ടോ? ഏതു മനുഷ്യന്റെയും ഹൃദയത്തിൽ പാപമുണ്ട്. ആ പാപമാണ് അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത്. അങ്ങനെ ഉള്ളം കൊണ്ട് പാപം ചെയ്താൽ പോട്ടെന്ന് വെക്കുന്നവനല്ല. എവിടെ എത്തുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറയുന്നത് ആ പാപം ചെയ്ത അവയവങ്ങളോടുകൂടി അവനെ എവിടെ വീഴും? അവൻ നിത്യമായ ഗന്ധകത്തിന്റെ തീപ്പൊയ്ക്കകത്തേക്ക് വീഴുക, നിത്യ അഗ്നിയിലേക്ക് വീഴുകയാണ്. പാപം ചെയ്ത ആ നിത്യാത്മാവ് എവിടെ വീഴുകയാണ്? തേജസ്സില്ലാത്ത ആത്മാവ് തീക്കകത്തേക്ക് വീഴുകയാണ്. കണ്ടോ, നരകത്തിൽ
വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് സ്തോത്രം നിനക്ക് പ്രയോജനം. ശ്രദ്ധിക്കണേ. ഇവിടെ മനസ്സിലാക്കിയത് ന്യായപ്രമാണത്തിന്റെ കാര്യമാണ് ഈ പറയുന്നതെങ്കിലും അകത്ത് നടക്കുന്ന പാപത്തെ കുറിച്ച് ആർക്കെന്ത് പറയുവാനുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച ആളുകൾ ഒരു സ്ത്രീയെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു, അല്ലേ? അപ്പൊ പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, ഇവിടെ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചിരിക്കുന്നു, നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഉടനെ കല്ലെറിയാനാ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാ കർത്താവ് പറയുന്ന, സ്തോത്രം, നിങ്ങൾ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു, അല്ലേ? പക്ഷെ പാപം ചെയ്യാത്തത് ഏത് പാപമാ? ഇവരുമായിട്ട് പരസ്യമോ രഹസ്യമായ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതിലും വലുതാണ് ഇവരെ കണ്ട് ഹൃദയം കൊണ്ട് മോഹിച്ചവന്മാരെല്ലാം അവിടെ പാപം ചെയ്ത് കൈ കല്ലും പിടിച്ചു നിൽക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. കൈ കല്ലിരിപ്പുണ്ട്, പക്ഷെ ഉള്ളത്തിൽ പാപവും നടക്കുന്നുണ്ട്. ഇതാണ് ലോകമെന്ന് ക്രിസ്തു വെളിപ്പെടുത്തി. മനസ്സിലാകുന്നുണ്ടോ? ഒരു വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച ഒരുത്തിയെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ മനസ്സ് ആഗ്രഹിച്ചു നിൽക്കുമ്പോ ന്യായപ്രമാണത്തിൽ പ്രിയപ്പെടുന്നവരുടെ ഉള്ളത്തിൽ പാപം നടക്കുന്നത് ക്രിസ്തു കണ്ടോണ്ടായിരിക്കുന്നത്. പല സ്തോത്രം ന്യായങ്ങളും നീതികളും, പല സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം പല ന്യായവിധികളും പലരും പുറപ്പെടുവിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പുറമെ പ്രകടമായ പല ശിക്ഷകളും പലരും നടപ്പാക്കുമ്പോഴും ഉള്ളത്തിൽ പാപം നടക്കുകയാണ്. പലരെയും പുറമേ തഴോടുമ്പോൾ ഉള്ളുകൊണ്ട് അവനെ കുത്തുകയും വെടിവെക്കുകയൊക്കെ ചെയ്യുന്നവരില്ലേ? ഇല്ലേ? ഉള്ളത്തിൽ പാപം നടക്കുകയാണ്. ആ പാപത്തെ സ്വന്തം അവനിൽ നിന്ന് നീക്കേണ്ടതിനാണ് യേശു ക്രിസ്തു നിത്യാത്മാവിനാൽ പിതാവിന്റെ സന്നിധിയിൽ നിഷ്കളങ്കനായി പരമയാഗമായി തീർന്നത്. മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അകൃത്യങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നു കിടക്കുകയാണ്. ആളല്ലേ ദൈവത്തിൽ നിന്ന് സ്വന്തം അകന്നു നടന്നിട്ട് പുറമെ പരീശനെ പോലെ നല്ലവനാണ് ഉന്നതനാണെന്ന് നടിച്ച് ജീവിക്കാൻ ഈ ലോകത്തിൽ കഴിയുമെന്ന് യേശു ക്രിസ്തു കാണിച്ചു തരികയാണ്. അതുകൊണ്ട് സകലവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന പാപത്തിൽ നിന്ന് അവന് മോചനം വരണം. ഇതാണ് ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആത്യന്തികമായ ഉദ്ദേശം. അകമേയുള്ള വിശുദ്ധീകരണത്തിനാണ് ക്രിസ്തു പ്രാധാന്യം കൊടുത്തത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പുറമെ അവിടെ ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ വായിക്കുന്ന എന്താണ്? ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. അടുത്തത് വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ വെട്ടിക്കളയുക. അപ്പോഴും ഉള്ളിൽ ആ കൈ കൊണ്ട് മറ്റൊരുത്തന്റെ മുഖത്ത് തല്ലുന്നത് ഉള്ളിലുണ്ട്. ആ കൈ കൊണ്ട് മറ്റൊരുത്തനെ ഓടിച്ചിട്ട് കുത്താൻ നിരൂപിക്കുന്നത് അകത്ത് കിടക്കുക. അതിൽ അതേ കൈ കൊണ്ട് മറ്റൊരുത്തനെ നശിപ്പിക്കുവാൻ, മറ്റൊരുത്തന്റെ എതിരായിട്ട് കോഴ വാങ്ങുവാനല്ല ഹൃദയത്തിൽ ആഗ്രഹിക്കുക. ആ ആഗ്രഹത്തിന് എപ്പോഴാ കടിഞ്ഞാണിടുന്നേ? ഒരായുസിൽ ആർക്കെങ്കിലും കഴിയുമോ? നിരൂപണങ്ങളെ ഇച്ഛകളും സാരമില്ലെന്ന് കണ്ട് തള്ളിവിടുവാൻ മതങ്ങൾ പഠിപ്പിക്കുമ്പോഴും ക്രിസ്തുവിന്റെ മുമ്പിൽ അത് നിരത്തി വെക്കുമെന്ന് വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ബൈബിള്. മനസ്സിലാകുന്നുണ്ടോ? അതിൽ അകത്തിരിക്കുന്ന പാപത്തെ വിട്ടുകളയുന്നവനല്ല, അതിൽ നിന്ന് മോചനം നിനക്ക് വരുവാനാണ് കർത്താവായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടത്. ആമേൻ. അടുത്ത വാക്യം വായിച്ച 31 മുതൽ വായിച്ച 5:31. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണം എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്. അരുത്. കാര്യം ആര് സ്വർഗത്തിൽ പോയിട്ടുണ്ടോ? അടുത്തത് ദൈവത്തിന്റെ സിംഹാസനം. അതെ. ഭൂമിയെ കൊണ്ടരുത്. ഭൂമി മുഴുവനും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടോ? അപ്പോൾ സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പാദപീഠം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ രൂപം കണ്ടവനല്ലാതെ വേറെ ആർക്കും സത്യം ചെയ്യുവാൻ കഴിയത്തില്ല. ആമേൻ. അപ്പോൾ നാം സ്വത്രം ഹല്ലേലൂയ സ്വത്രം ആണയിടുന്ന ഏതൊന്നിനെ കുറിച്ചും നമുക്ക് പൂർണ്ണ ഗ്രാഹ്യം ഇല്ല എന്ന് ക്രിസ്തു വ്യക്തമാക്കി തരികയാണ്. ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ ഇയ്യോബേ നീ എവിടെയായിരുന്നു? മനസ്സിലായോ? എവിടെയായിരുന്നു? നീ എന്നെ ചോദ്യം ചെയ്യുന്നവനെങ്കിൽ നീ എവിടെയായിരുന്നു? എനിക്ക് നീ ജ്ഞാനം ഉപദേശിച്ചു തരുവാൻ നീ എന്താ ഇല്ലാതിരുന്നത്?
ഞാൻ നിത്യതയിൽ വസിക്കുമ്പോൾ, തേജസ്സിൽ വസിക്കുമ്പോൾ നീ എന്തായിരിക്കും മുമ്പിൽ വെളിപ്പെടാതിരുന്നത്? ഈ ദൈവത്തിന് ചോദിക്കാൻ ഒത്തിരിയുണ്ട്. ഒരായുസിൽ, ഒരു കാലഘട്ടത്തിൽ മാത്രം അല്പകാലമാകുന്ന യൗവനമോ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലൊക്കെ ഇരുന്ന് നീ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് വെച്ച് ആ കാലഘട്ടമല്ല ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ നിന്നെ പ്രാപ്തമാക്കുന്നത്. അളലിയ നിന്നെ ചളലിയ രൂപാന്തരപ്പെടുത്തുവാൻ, രൂപാന്തര ശരീരത്തോടു കൂടെ അവന്റെ മക്കളാകുവാൻ, അവന്റെ സ്തോത്രം ഹാളലിയ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ എന്നൊക്കെ വേണം നിന്നെ സുവിശേഷം വിളിച്ച് വേർതിരിക്കുന്നുവെങ്കിൽ അളലിയ ആ വിളി കേട്ട് ദൈവസന്നിധിയിൽ വരിക മാത്രമേ നീ ചെയ്യേണ്ടതുള്ളൂ. അല്ല ന്യായവിസ്താരത്തിലേക്ക് സകലതും കൊണ്ടുവരുവാനോ, സകലതും നിവർത്തിക്കുവാനും, സകല വിശാലതയിലേക്ക് വരുത്തുമ്പോൾ ഇതിന്റെ മുമ്പിൽ ഒരിക്കലും ഒരു മനുഷ്യൻ പോയി ചോദ്യമായിട്ട് നിൽക്കുവാൻ ഇടയാകരുത്. കാര്യം ഓരോ മനുഷ്യനും ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. വളരെ നിങ്ങൾക്കറിയാമോ, വോൾട്ടേറിനെ ലോകം അറിയുന്ന സ്തോത്രം പ്രസിദ്ധനാകുന്ന സ്തോത്രം എത്തീസ്റ്റ് ആയിരുന്നു അദ്ദേഹം. സ്തോത്രം ആ വ്യക്തിയുടെ മരണസമയത്ത്, മരണം വരെയും പല തിയറികളും പല കാര്യങ്ങളും ദൈവത്തിനെതിരെ, ദൈവമില്ല, ദൈവവിശ്വാസത്തിനെതിരെ ശക്തമായിട്ട് എതിർത്ത് സംസാരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണസമയത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രം വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണനേരത്ത് ആളലിയെ നോക്കിയിരുന്ന ഒരു നേഴ്സ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ചരിത്രം ഇതായിരുന്നു. അവര് പറയുന്നു, എനിക്ക് ഇവരോട് കൂടെ ജീവിക്കുവാൻ പേടിയാകുന്നു, ഇദ്ദേഹത്തെ പരിചരിക്കാൻ എനിക്ക് ഭയമാകുന്നു, എനിക്ക് ഇവരുടെ അടുക്കൽ നിൽക്കാൻ കഴിയത്തില്ല. കാരണം ആളല് വാർദ്ധക്യത്തിൽ നിന്ന് മരണത്തിലേക്ക് വീഴുവാനായിരിക്കുന്ന ഈ മനുഷ്യൻ ഒരു തന്റെ യൗവനകാലത്ത് സകലരെയും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നിരീശ്വരവാദത്തിന്റെ പ്രസക്തിയിലേക്ക് അനേകരെ കൊണ്ടുവന്നു. എന്നാൽ മരണനേരമായപ്പോൾ ദൈവമില്ലെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, തണുത്തുറങ്ങിയിരിക്കുന്ന ചില രൂപങ്ങൾ എന്റെ അടുക്കൽ വരുന്നു, എന്നെ വിളിക്കുവാൻ എന്റെ അടുക്കൽ വരുന്നു, അവയെ കണ്ടെനിക്ക് ഭയമാകുന്നു, എനിക്ക് തണുക്കുന്നു, എന്നെ പുതപ്പിക്കുന്നു പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു വോൾട്ടേറിനെയാണ് മരണനേരത്ത് കണ്ടത്. എന്നാൽ നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കല്ലുകൾ വന്ന് തന്റെ ശരീരത്തെ തകർത്തെറിയുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി നിന്ന് യൗവനക്കാരനായിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം സ്തേഫാനോസ് കല്ലേറ് കൊണ്ട് മരണത്തിന് അഭിമുഖമായി നിൽക്കുമ്പോൾ അവൻ കാണുന്നത് എന്താണ്? പിതാവിന്റെ വലതുഭാഗത്ത് ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നതാണ് കണ്ടത്. ഹല്ലേലൂയ. മനസ്സിലാക്കണം, രക്ഷിക്കപ്പെട്ടവന്റെ ആത്മാവ് അവനിൽ നിന്ന് വിട്ടുമാറുമ്പോൾ അല്ലെങ്കിൽ അവന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ ദൈവത്തിന്റെ ദൂതഗണങ്ങൾ ഇറങ്ങി വരുന്നത് കാണുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഭാഗ്യം രക്ഷിക്കപ്പെട്ടവന്റെ ജീവിതത്തിലേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തെ തള്ളുന്നവനെ അല്ല സ്വീകരിക്കാൻ നിൽക്കുന്നത് ആരായിരിക്കുമെന്നും എന്തായിരിക്കും നമ്മൾ തിരിച്ചറിയണം. മരണത്തിന്റെ ദൂതൻ വന്ന് മരണത്തിന്റെ ചങ്ങലകളെ, മരണത്തിന്റെ പാശങ്ങളെ ഇട്ട് അവനെ ബന്ധിക്കുമ്പോൾ എത്ര വലിയവനാണെങ്കിലും അവന്റെ പ്രാണൻ അവനിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ എത്ര പ്രസിദ്ധനാണെങ്കിലും വീട്ടുകാരും അറിയില്ല, നാട്ടുകാരും അറിയില്ല, ഒരു മനുഷ്യനും അറിയില്ല. എന്നാൽ അവന്റെ പ്രാണനെ പിടിച്ചു കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ മരണത്തിന്റെ ദൂതൻ കടന്നു വരുന്നതിന് മുമ്പേ നീ രക്ഷിക്കപ്പെടണം. മനസ്സിലാകുന്നുണ്ടോ? ഈ ആയുസിന് വേണ്ടിയല്ല, ദൈവരാജ്യത്തിന് വേണ്ടിയാണ് നമ്മെ ക്രിസ്തു മുഖാന്തരം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി. അനേകർ ആ വെളിപ്പാടില്ലാതിരിക്കുന്നത് കൊണ്ടാണ്, തിരിച്ചറിവില്ലാതിരിക്കുന്നത് കൊണ്ടാണ് നിന്റെ യൗവനത്തിന്റെ സുഖവും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നിന്റെ ആരോഗ്യത്തിന്റെ ഹല്ലേലൂയ മൂർത്തിന്റെ അവസ്ഥയെ കണ്ട് നീ ഹല്ലേലൂയ സ്തോത്രം അതിൽ ഉല്ലസിക്കരുത്. ഹല്ലേലൂയ ഭൂമിയിൽ ജനിച്ചവരെല്ലാം മരിച്ചിട്ടുണ്ട്, മരിച്ചു കഴിഞ്ഞ് ഒന്നുമില്ല എന്ന് പറയുന്ന നിന്നോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. നീ ആയുസിൽ നീ പ്രാപിച്ചെടുത്ത ഈ ശരീരത്തിന്റെ രൂപത്തെ നോക്ക്. നിനക്ക് സ്വയമായി തീരുമാനമെടുക്കുവാൻ നിനക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നിന്റെ ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും തീരുമാനങ്ങളെയും നിന്റെ ഉള്ളത്തിൽ സ്ഥാപിച്ച ഒരു വലിയ ഒരുവൻ മുഴുവൻ നമ്മൾ തിരിച്ചറിയാതിരിക്കരുത്. അവന്റെ മുമ്പിൽ, ന്യായവിസ്താരത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ കർത്താവ് ഇതെല്ലാം നിരത്തി വയ്ക്കും. ഹല്ലേലൂയ. അനേകർ അങ്ങനെയാ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ ഇഷ്ടം പോലെ എല്ലാം നടക്കുമെന്ന്. നടക്കത്തില്ല, നടക്കത്തില്ല. ഹല്ലേലൂയ. പ്രാണനെ വിടുമ്പോൾ മനസ്സിലാക്കണം, നിന്നെ കൊണ്ടുപോകുവാൻ ദൈവത്തിന്റെ ദൂതഗണങ്ങൾ വന്ന് നിൽക്കണം. ഹല്ലേലൂയ. നീ ഈ കാലം നിന്റെ പ്രാണം പോകുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട അപ്പച്ചൻ വന്നു, അമ്മച്ചി വന്നു, കൂട്ടുകാരൻ വന്നു, അളിയൻ വന്നു, അവൻ വന്നു, ഇവൻ വന്നു എന്നല്ല പറയുന്നത്. ദൈവത്തിന്റെ ദൂതഗണങ്ങൾ വന്നു എന്നെ ചേർക്കുവാൻ. ദൈവത്തിന്റെ വിശുദ്ധ ദൂതഗണങ്ങൾ ഇറങ്ങി വന്നു എന്ന് പറയുവാൻ തൊക്കെ വേണം. നിനക്കിന്ന് പ്രാഗൽഭ്യം നിന്നെ അല്ലെങ്കിൽ നിന്റെ ഉള്ളത്തിൽ നൽകുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തട്ടെ. അതിനായിട്ടാണ് യേശു ക്രിസ്തു തന്റെ നിഷ്കളങ്ക രക്തം നിനക്ക് വേണ്ടി ഊറ്റിയത്. ആമേൻ. ഹല്ലേലൂയ. ആ തിരു രക്തത്തിന്റെ മഹത്വമാണ് എന്നെ നിങ്ങളുടെ ഉള്ളത്തിൽ ഇത്രത്തോളം ഹല്ലേലൂയ ബലവും കൃപയും നൽകുവാൻ ഇടയായി തീർന്നത്. ആമേൻ. അപ്പോൾ
സോ നമ്മൾ വായിച്ച എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അതിന്റെ 9-ാം അധ്യായം കടന്നു വരുമ്പോൾ 9-ാം അധ്യായത്തിൽ 14-ാം വാക്യം നമ്മൾ വായിച്ചു, നിത്യാത്മാവിനാൽ അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ. അപ്പോൾ മനസ്സിലാക്കണം, എനിക്കോ നിങ്ങൾക്കോ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. കാര്യം നമ്മൾ ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ചതിന് ശേഷം മാത്രമാണ് ക്രിസ്തുവിനെ നമ്മൾ ആത്മാവിൽ അറിയുവാൻ സാധിച്ചത്. അതുകൊണ്ട് നമ്മൾ അന്യഭാഷയിൽ നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ, ആത്മാവിൽ ആരാധിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മൾക്ക് പിതാവിന്റെ സാന്നിധ്യമാണ് നമ്മളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. അത് നമ്മൾ ആത്മാവിലാണ് നമ്മൾ അറിയുവാൻ ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. സകല സൃഷ്ടിക്കും അപ്പുറമായി, സന്ദർശ ഗോളങ്ങൾക്ക് അപ്പുറമായിട്ട് 3-ാം സ്വർഗത്തിൽ ഇരിക്കുന്ന സർവശക്തനായ ദൈവത്തെ ഞാനും നിങ്ങളും എങ്ങനെയാണ് അനുഭവിക്കുന്നത്? അതിനാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. വായിച്ചാട്ടെ. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ ശ്രദ്ധിക്കണേ. ഈ നിർജീവ പ്രവർത്തികൾ നിമിത്തമാണ് നാം ദൈവത്തിൽ നിന്ന് അകന്നു കിടന്നതില്ലേ? ഇതാ നമ്മൾ അവിടെ വായിച്ചത്. ഹൃദയത്തിൽ പാപമുണ്ട്, ഹൃദയത്തിൽ കൊലപാതകമുണ്ട്, ഹൃദയത്തിൽ മോഷണമുണ്ട്, ഹൃദയത്തിൽ വ്യഭിചാരമുണ്ട്, ഹൃദയത്തിൽ പരസംഗമുണ്ട്, ഹൃദയത്തിൽ സകലവിധ മ്ലേച്ഛതകളുമുണ്ട്. അതിന് നിന്റെ കണ്ണ് ചൂഴ്ന്നു കളഞ്ഞാലോ, കൈ വെട്ടിക്കളഞ്ഞാലോ, കാല് വെട്ടിക്കളഞ്ഞാലോ കാര്യമില്ല. കാര്യം നിന്റെ ഹൃദയത്തിലിരിക്കുന്ന പാപത്തിന് എങ്ങനെ നീ പരിഹാരം വരുത്തുമെന്നാണ് പറയുന്നത്. മനസ്സിലാക്കണം, മനസാക്ഷി വളരെ പരമപ്രധാനമാണ്. ചിലർ പറയുന്ന കാര്യമുണ്ട്, ഞാൻ നല്ല മനസാക്ഷിയോടെ നടക്കുന്നത്. ആണല്ലേ, കേൾക്കാൻ നല്ല രസമുണ്ട്. നീ എന്നാ രക്ഷിക്കപ്പെട്ടെ? ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നീ എന്നാ സ്നാനപ്പെട്ടെ? ഞാൻ സ്നാനപ്പെട്ടില്ല. അപ്പൊ മനസാക്ഷിയോ? എനിക്ക് നല്ല മനസാക്ഷിയുള്ളേ, അതുകൊണ്ട് നീ നരകത്തിലേ പോകത്തുള്ളൂ മകനെ. ഹല്ലേലൂയ. നീ അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പാപത്തിലാണ് ജനിച്ചത്. അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. നിന്നിൽ പാപ സ്വഭാവമുണ്ടോ? അതുണ്ട്. അതിൽ നിന്ന് വിടുതൽ വേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ നല്ലവരായിട്ട് നടന്നാൽ മതി. ഞാൻ ഒത്തിരി CSI-കാരെ കണ്ടിട്ടുണ്ട്. ആളല്ലേ, അവരെല്ലാം പറയുന്നത് നല്ലവരായിട്ട് നടന്നാൽ മതി. നല്ല പ്രവൃത്തി, ഒരു പ്രവൃത്തിയും ദൈവസന്നിധിയിൽ വില പോകത്തില്ല. എല്ലാ പ്രവൃത്തികളും പാപനിമിത്തം അടങ്ങി കിടക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. സോ നാം വീണ്ടും ജനിക്കണം. അതാണ് പിതാവ് ഇച്ഛിക്കുന്നത്. തന്റെ പുത്രനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവ മക്കളായി തീരണം. മനസ്സിലാവുന്നുണ്ടോ? ദൈവ മക്കളായി തീരണം. പലരും അതാണ് ചെയ്യാത്തത്. ഹല്ലേലൂയ, സ്തോത്രം. പറയുമ്പോ പറയും, ഞാനാണെങ്കിൽ നല്ല വ്യക്തിയാണെന്ന്, ഞാൻ ശാന്തനല്ലേ, ഞാൻ വല്ലവരും തല്ലാൻ പോയിട്ടുണ്ടോ, ഞാൻ വല്ലവരും ഉപദ്രവിക്കാൻ പോയിട്ടുണ്ടോ, ഞാൻ ആരെങ്കിലും മോശമായിട്ടൊരു വാക്ക് പറഞ്ഞു. നീ ഇതൊന്നും ചെയ്യണ്ട, നിന്റെ ഉള്ളിൽ പാപമുണ്ട്. അതെങ്ങനെയാ? ശാന്തനായിട്ടിരിക്കുന്നതിന് സമയം വരുമ്പോ കോപിക്കുന്നു, പക്ഷെ പുറത്ത് ചിരിച്ചു കാണിക്കും. അകത്ത് നടക്കുന്നുണ്ട് കോപം, വൈരാഗ്യം, അസൂയ, കുശുമ്പ് എല്ലാം അകത്ത് കിടക്കുക. പക്ഷെ ചിരിച്ചോണ്ടിരിക്കും. മകനെ, നിന്റെ ഈ സ്വഭാവം നിന്റെ നരകത്തിലെത്തിക്കും. അല്ലേ? അങ്ങനെ പറയാനേ വചനം അനുവദിക്കുന്നുള്ളൂ. അങ്ങനെ പറയൂ. വായിച്ചേ. വായിച്ചേ. എത്രയധികം നമ്മൾ ഇന്നാൾ ചിന്തിച്ച ഒരു ഭാഗമാണ്. നാം വിശുദ്ധരായി തീർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിശുദ്ധിയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ കുഞ്ഞാന്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വായിക്കുന്ന ഒരു കാര്യം, നമ്മൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായം, നമ്മളിത് വീണ്ടും എടുക്കുകയാണ്. കാര്യം ഇത് തറവായി വരണം, അല്ലെ? നമ്മൾ ഉറയ്ക്കണം ആ വിഷയത്തിന്റെ അകത്ത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. എഫേസ്യയിലെ 5-ാം അധ്യായം 3-ാം വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ദൈവസഭയ്ക്കകത്ത് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം. നമ്മൾ വായിച്ച പ്രായലേഖനം നമ്മൾ കണ്ടു. നമ്മളുടെ മനസാക്ഷി ശുദ്ധീകരിച്ചു. നമ്മളെ നിർജീവ പ്രവർത്തികളിൽ നമുക്ക് മോചനം വന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇല്ലേ?
അപ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ നമ്മൾ നിർജീവ പ്രവർത്തികൾ നമുക്ക് ക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം നമുക്ക് മോചനം വന്നിരിക്കുന്നെങ്കിൽ നാം ആരാണ്? നമ്മൾ ദൈവസഭയാണ്, അല്ലെ? ദൈവസഭയാകുന്ന നമ്മെ കുറിച്ച് ഇവിടെ പൗലോസ് ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറയുക പോലും. ഇത് സഭയ്ക്കകത്ത് ഇങ്ങനെ പോകണം. ഇവിടെ കർത്താവിന്റെ മഹത്വം പറയണം, ദൈവ പ്രവൃത്തി പറയണം, ക്രിസ്തുവിൽ സന്തോഷിച്ചതിനെ കുറിച്ച് പറയണം. മറ്റൊരു കാര്യവും സഭയ്ക്കകത്ത് പറയരുത്. സഭയ്ക്കകത്ത് മറ്റു കാര്യങ്ങളെല്ലാം പറയുന്നില്ലേ? ഇല്ലേ? ഹല്ലേലൂയ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറയുക പോലും. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. വിശുദ്ധന്മാരാണെങ്കിൽ നമ്മളുടെ ഇടയിൽ ദ്രവ്യാഗ്രഹത്തിന്റെ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കരുത്. കാര്യം യേശുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാതിരിക്കണമെന്ന്. അങ്ങനെ ജീവിക്കാൻ പറ്റില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ജീവിക്കണമെന്നാണ് വചനം പറയുന്നത്. എങ്ങനെയുണ്ട്? നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിന്ന് മനസ്സിലാക്കണം. നീ ഇത് വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളത്തിലുണ്ട്. അപ്പൊ ഒരു കാര്യം, ഇതൊക്കെ എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? അതാണ് നമ്മൾ ആദ്യം വായിച്ച നമ്മുടെ കുറിവാക്യം ഒന്നെടുക്കാം. അതിൻ്റെ അകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വായിച്ച റോമാലേഖനം 6-ാം അധ്യായം 8-ാം വാക്യം, നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. അടുത്തത് 9-ഉം 10-ഉം വാക്യമാണ്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കുകയില്ല, മരണത്തിന് അവന്റെ മേലിൽ കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. അവൻ മരിച്ചത് പാപസംബന്ധമായി ദൈവത്തിന് ജീവിക്കുന്നു. 11-ാം വാക്യം എന്നാ വായിച്ചു തുടങ്ങുന്നേ? ആ ഔവണ്ണം ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ ഇത് നമുക്കുള്ള ദൂതാണ് വരുന്നത്. എന്താണ് പറയുന്നത്? ക്രിസ്തു എങ്ങനെയാ ജീവിച്ചത്? കർത്താവിന്റെ മേലുള്ള വിളി വ്യക്തമായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ വായിക്കുന്നത് അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു. ദൈവത്തിന് ജീവിക്കുന്നു. അതാണ് കർത്താവ്. അങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിച്ചത്. അപ്പോൾ ആ പാറ്റേൺ തന്നെയാണ് ദൈവസഭയ്ക്കും ക്രിസ്തു വെച്ചിരിക്കുന്നത്. അടുത്ത വാക്യം വായിക്കുന്ന ഔവണ്ണം നമ്മളും പാപസംബന്ധമായി സ്നാനപ്പെട്ട എല്ലാവരും എന്നിലുള്ള പാപമനുഷ്യരെ പഴയ സൃഷ്ടിയെ ക്രിസ്തുയേശുവിനോട് അടക്കി, അതാണ് സ്നാനമേറ്റത് എന്നും ക്രിസ്തുയേശുവിൽ സ്വർഗീയ പിതാവിന് വേണ്ടി വിൻസെന്റ് ജീവിക്കുന്നു എന്നും ഞാൻ വിൻസെന്റ് പറയണം. അങ്ങനെ തന്നെ വിൻസെന്റ് പ്രഖ്യാപിക്കണം. വിൻസെന്റ് അങ്ങനെ എണ്ണാവുള്ളൂ എന്ന് പറഞ്ഞാൽ സഭയിൽ ഈ വിശുദ്ധി എങ്ങനെ വരുത്താൻ സാധിക്കും? ഞാൻ പാപസംബന്ധമായി ഒരിക്കൽ മരിച്ചു. എങ്ങനെയാണ്? സ്നാനമേറ്റപ്പോൾ പാപസംബന്ധമായി ഞാൻ ഒരിക്കൽ മരിച്ചവനാണ്. അതുകൊണ്ട് എന്നിൽ പാപത്തിന് ശക്തി ഇനി വരരുത്. അത് നിമിത്തം ഞാൻ എന്ത് ചെയ്യണം? ക്രിസ്തു നിമിത്തം പിതാവിന്റെ സന്നിധിയിൽ അവന് വേണ്ടി ജീവിക്കുന്നവനാണ് വിൻസെന്റ് എന്ന് വിൻസെന്റ് എണ്ണണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞ കാര്യം നടക്കത്തുള്ളൂ. എങ്ങനെയാണ്? പാപസംബന്ധമായി ഞാൻ ഒരിക്കൽ മരിച്ചെങ്കിൽ പിന്നെ നിന്നിൽ ദ്രവ്യാഗ്രഹം ഉണ്ടോ? നീ പാപസംബന്ധമായി നീ ഒരിക്കൽ മരിച്ചതെങ്കിൽ അവിടെ ദുർനടപ്പുണ്ടോ? അവിടെ നീ പാപസംബന്ധമായി ഒരിക്കൽ മരിച്ചതെങ്കിൽ അവിടെ ഏതെങ്കിലും അശുദ്ധി അവിടെ ഉണ്ടോ? പറ, ഉണ്ടോ? അവിടെ ഇല്ല. അതൊക്കെ വരുമ്പോ പറയണം, ഞാൻ ആ വ്യക്തി മരിച്ചതാണ്. ആ സ്വഭാവക്കാരൻ മരിച്ച എപ്പോഴും കോപ സ്വഭാവമുള്ളവനാണോ? അവൻ മരിച്ചതാണ്. കാൽവറിയിൽ ക്രിസ്തുവിനോട് കൂടെ അവനെ അടക്കിയതാണ്. വിൻസെന്റ് പഴയ കോപ സ്വഭാവമുള്ളവരായിരുന്നു. വിൻസെന്റിനെ അടക്കി. വിൻസെന്റിൽ പല ദുശീലങ്ങളുണ്ടായിരുന്നു. അത് ക്രിസ്തുയേശുവിലൂടെ അടക്കി. അപ്പോൾ നീ ഇപ്പോൾ ആരാണ്? ഞാൻ പുത്രനാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം ക്രിസ്തുയേശുവിന് ആ പിതാവായ ദൈവത്തിന് വേണ്ടി സൂക്ഷിക്കപ്പെടുന്നതാണ്. അവനായി കാത്തിരിക്കുകയാണ്, അവനായിട്ട് നിലനിൽക്കുകയാണ്. ഈ പ്രത്യാശ ഉള്ളവരെ ചേർക്കാനാ ക്രിസ്തു മടങ്ങി വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കൽ കർത്താവുന്നു പാപികളെ സകല മാനവരാശിക്കും പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവപുത്രനെ ജഡത്തിൽ അവതരിപ്പിച്ചു.
പാപത്തിന് പരിഹാരം വരുത്തി. ഇനി പാപികളെ നോക്കാനല്ല വരുന്നത്. ഇന്നാളൊരിക്കൽ ഒരു വീഡിയോ പലരും എടുത്ത് എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ട് അത് വെളുപ്പിക്കാൻ ബൈബിളിലെ വാക്യങ്ങളും സംഭവങ്ങളും എടുത്തിട്ടാണ് വരുന്നത്. ഒരു വ്യക്തി എടുത്തിട്ട് പറയുകയാണ്, നമ്മൾ ഇച്ചിരി എടുത്ത പോലെ സ്തോത്രം, പാപിനിയായ സ്ത്രീയെ കൊണ്ട് കർത്താവ് മുമ്പിൽ വെച്ചപ്പോ കർത്താവ് എന്ത് പറഞ്ഞു? നിങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരെ ഒത്തിരി പേരുന്നുണ്ട്. അവരാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇതിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു വലിയ ദൈവപ്രവൃത്തിയാണ്. സ്തോത്രം. ഇതിനെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന്റെ നടുവിലാണ് നാം ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അകത്തു പാപം ഇരിക്കുക, അകത്ത് ഹൃദയത്തിൽ വ്യഭിചാരം ഇരിക്കുക, ഹൃദയത്തിൽ കൊലപാതകം ഇരിക്കുക, ഹൃദയത്തിൽ പരസംഗം ഇരിക്കുക, ഹൃദയത്തിൽ ഈ പറയുന്ന പാപങ്ങളെല്ലാം ഇരിക്കുമ്പോൾ പുറമേ സ്തോത്രം മറ്റൊരുത്തരെ വിധിക്കാൻ പാപ മനുഷ്യൻ റെഡിയാണ്. ഇതാണ് മനുഷ്യന്റെ ഇരട്ടത്താപ്പ് എന്ന് ക്രിസ്തു വെളിപ്പെടുത്തി കാണിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു വലിയ ദൈവപ്രവർത്തിക്കകത്താണ് സ്വർഗത്തിലെ പിതാവ് ഹല്ലേലൂയ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വായിച്ച റോമാലേഖനം 6-ാം അധ്യായത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ വാക്യം എന്താണ് പറയുന്നത്? യാതൊരു അശുദ്ധിയും, അവിടെ വായിക്കുന്നത് ദുർനടപ്പ്, യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറക പോലും അരുത്. അടുത്ത വാക്യം വിശുദ്ധന്മാർക്ക് ഉചിതം. അടുത്തത് ശ്രദ്ധിക്കണം. ഇനി പറയുന്ന ലിസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഇത് ഹൃദയത്തിൽ വന്നിട്ടാണ് പുറത്തേക്ക് വെളിപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കണം, പലരും പുറമേ കൺട്രോൾ ചെയ്താൽ അകത്ത് ഈ സാധനം ഇരിക്കുന്നവരുണ്ട്. അകത്തുനിന്നാണ് ഇത് പോകേണ്ടത്, ഹൃദയത്തിൽ നിന്നാണ് ഇതെല്ലാം പോകേണ്ടത്. ഇത് പോകണമെങ്കിൽ യേശുവിന്റെ നിഷ്കളങ്ക രക്തം നിന്റെ അകത്തേക്ക് ഒഴുകി ഇറങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം അറിയാതെ ചെയ്തു പോയ പാപങ്ങളെ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ റെഡിയാകണം. ആമേൻ. അത് കർത്താവിനെ നമ്മൾ അംഗീകരിച്ച് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടണം. വായിച്ചേ. ഉചിതം, ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്. ഞാൻ പറയട്ടെ, നമ്മളിപ്പോ എന്താ ഏത് മീഡിയ എടുത്തു വെച്ചാൽ, ടി വി ഓൺ ചെയ്താലും, നമ്മൾ ഫേസ്ബുക്ക് ഓൺ ചെയ്താലും, അതുപോലെ യൂട്യൂബ് ഓൺ ചെയ്താലും, ഇൻസ്റ്റാഗ്രാം ഓൺ ചെയ്താലും, എല്ലാ ഓൺലൈനും ഓഫ്ലൈൻ ആയിട്ടുള്ളതെല്ലാം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാര്യം എന്നാണെന്നറിയാവോ? ഈ പറഞ്ഞ സകല കാര്യങ്ങൾ പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല സൈസില്, പല വിധത്തിൽ നമ്മുടെ മുമ്പിൽ കൊണ്ട് തരികയാണ്. എന്നിട്ട് നമ്മുടെ മുമ്പിൽ ഇതിങ്ങനെ വെച്ചിട്ട് പറയുക, എടുത്ത് ഭക്ഷിച്ചോ എന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനോട് നോ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ള ഉൾബോധം വരണം. നമ്മുടെ ഉള്ളത്തെ വശീകരിക്കുന്ന കാഴ്ചകൾ, കേൾവികൾ, പ്രവർത്തനങ്ങൾ അടുത്തു വരുമ്പോൾ നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് അതിനോട് നോ പറഞ്ഞാൽ മാത്രമേ നമുക്കതിനെ ജയിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയൊക്കെ വേണോ? അതിന്റെയൊക്കെ ആവശ്യമുണ്ട്. നല്ലവരായിട്ട് നടന്നാൽ പോരെ. ഈ പറയുന്നവരിന്ന് പെന്തക്കോസിലുണ്ടെന്നുള്ളതാണ് രസം. എവിടെയാണ് വിശുദ്ധിയുടെ അളവുകോൽ അവൻ കണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഒത്തിരി പേര് രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് പിന്മാറിപ്പോയവർ പെന്തക്കോസിന്റെ അകത്തുണ്ട്. അനേകർ ഈ ദൈവകൃപ ഇല്ലാത്തവരുണ്ട്, അഭിഷേകം പ്രാപിക്കാത്തവരുണ്ട്, വന്നിട്ട് വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് അതിന് 10, 20, 30 വർഷമായിട്ടുള്ളവരുണ്ട്. എന്നാൽ ഇതുവരെ അഭിഷേകം പ്രാപിക്കാതിരിക്കുന്നവരുണ്ട്. എന്താണ് കുഴപ്പം? എവിടെയാണ് കുഴപ്പം? ഇതുവരെ അതിന് പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. സഹോദരൻ, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. പല സഭകളുടെ ഒരു പരാജയം എന്നാണെന്നറിയാവോ? ഈ സഭകളുടെ അകത്തൊക്കെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വരുന്ന ദൈവദാസന്മാര് 3 വർഷമോ 4 വർഷമോ ഏറിയാൽ 5 വർഷമോ 6 വർഷമോ ഒക്കെ ഇരുന്നിട്ട് പോകുന്നവരൊക്കെ റെയർ ആയിട്ടുണ്ട്. 3 വർഷം 2 വർഷമൊക്കെ ഉള്ളു. അത് കഴിയുമ്പോൾ പിന്നെ ട്രാൻസ്ഫർ കിട്ടും. ഈ ട്രാൻസ്ഫർ കിട്ടി വരുന്നവരെല്ലാം വന്നിരുന്ന് അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യം പറഞ്ഞു പോകുന്നതല്ലാതെ ആർക്കും ഒരു സഭയോട് പ്രത്യേകിച്ച് ഒരു കൂറും ഇല്ല. അവരെല്ലാവരും ഒരു സഭ, ഏതെങ്കിലും ഒരു സാമ്പത്തികമായോ മറ്റേതെങ്കിലും ആവശ്യമായോ കാണുന്ന ചില സഭകളെ കണ്ട് അതിനിച്ചിരി പരിഗണന കൊടുത്തു പോകുന്നതല്ലാതെ ഈ വക വിഷയങ്ങളിലേക്ക് പലരും തിരിച്ചറിയാതെ ഇന്നും ജീവിക്കുന്നത് കൊണ്ടാണ് സ്തോത്രം ഈ സഭകളുടെ അകത്ത് ഇത്രത്തോളമുള്ള പ്രശ്നങ്ങൾ വലിഞ്ഞേറി വരുന്നത്. സഭയ്ക്കകത്ത് ശുദ്ധീകരണം നടക്കുന്നില്ല, പലതരം ക്രമീകരണം വരുന്നില്ല. ഇച്ചിരി കൂടെ ആഴത്തിൽ ഞാനൊരു കാര്യം പറയാം. പച്ചയ്ക്ക് പറഞ്ഞാൽ ദൈവം വിളിച്ച് വേലയ്ക്കാക്കാത്ത കുറെ പേര് ബൈബിളായിട്ട് നടപ്പുണ്ട്. ഒത്തിരി പേര്. കാര്യം, ദൈവം വേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ വായി കാണണം, അല്ലേ? ഇത് ഞാൻ പറയുന്നില്ല, വചനം തന്നെ പറയുന്ന കാര്യം ഞാൻ എടുക്കാം. ആളുകൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവിടെ കാണണം.
കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മെ ദൈവം ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പ്രത്യേക കാര്യപദ്ധതിക്ക് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു ഭാഗം നമുക്ക് വായിക്കാം. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യരാന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം, ഞാൻ നോക്കട്ടെ. എന്നിട്ടൊരു വചനം പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തന്നു. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. 1 കൊരിന്ത്യർ 4-1 വാക്യം ഒന്ന് വായിച്ചേ. വായിച്ചേ. ഇവിടെ ശ്രദ്ധിക്കും, ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരും, ഇവിടെ ശ്രദ്ധിക്കണം, ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. എന്തുകൊണ്ടാണ് പലരും വർഷങ്ങളായിട്ട് ഒരു സഭയ്ക്കകത്ത് വന്ന് 150 സങ്കീർത്തനം തീർന്നാൽ പിന്നെ ട്രാൻസ്ഫർ, അടുത്തടുത്ത് 150 സങ്കീർത്തനം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രാൻസ്ഫർ. ഇവരൊന്നും ആധികാരികമായിട്ട് വചനത്തിലേക്ക് വരാത്തിന് കാര്യം ദൈവം വിളിച്ചിട്ടില്ല. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവന് വചനം കാണും. എന്നോട് ഒരിക്കലും ഒരു പാസ്റ്റർ പറഞ്ഞ കാര്യമാണ്, എനിക്ക് വചന ശുശ്രൂഷയൊന്നുമില്ല പാസ്റ്ററെ. ഞാൻ പിന്നെ എന്നാ ഉള്ളേ? അപ്പൊ പറയും, എനിക്ക് വിടുതൽ ശുശ്രൂഷയെ ഉള്ളൂ. അപ്പൊ ഈ വിടുതൽ ശുശ്രൂഷയ്ക്ക് വിടുതൽ ശുശ്രൂഷയ്ക്ക് ഒരേ സാധനം എടുക്കുന്നത്, ഒരേ വാക്യം ഒരേ ഭാഗം എടുത്തിട്ടൊന്ന് അരയ്ക്കും, എന്നിട്ട് ഇച്ചിരി വെള്ളം കൂടെ കൂട്ടി അതൊന്ന് തിളപ്പിക്കും. ഈ വക പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 10 വർഷം മുമ്പ് കണ്ട അങ്ങേരുടെ അതേ വചന ശുശ്രൂഷയായിട്ട് ഇന്നും നടക്കുക. പുതിയതൊന്നും പ്രാപിക്കുന്നില്ല. എന്നാ കാരണം? ഇത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ യാഥാർത്ഥ്യം ഇതാണ്. ഈ വക വിളച്ചിലൊക്കെ എടുക്കുന്നതിന് കാര്യം വിളിച്ചിട്ടില്ല. ദൈവം വിളിച്ചിട്ടില്ല. അപ്പൊ ഒരു ശുശ്രൂഷയുണ്ട്. ശുശ്രൂഷയല്ല, നിനക്ക് വിളിച്ചവൻ ആരാന്ന് നിന്നിലിരിക്കുന്ന ആത്മാവ് നിനക്ക് വെളിപ്പെടുത്തിയില്ലെങ്കിൽ ആ ആത്മാവിനെ ഒന്നാമത് ടെസ്റ്റ് ചെയ്യണം. മനസ്സിലായോ? നിന്നെ വിളിച്ച, വേലയ്ക്ക് വിളിച്ച ക്രിസ്തുവിനെ നിന്നിലിരിക്കുന്ന ആത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നില്ലേ? ആ ആത്മാവിനെ ശരിക്കും പരിശോധിച്ചോണം. നമ്മൾ അതാ മനസ്സിലാക്കണം. ആത്മാക്കളെ പരിശോധിക്കാനുള്ള വരവുണ്ട്. വിവേചന വനത്തിൽ ഒന്നാണ് ആത്മാക്കളെ വിവേചിക്കണം. ഈ വന്നിരിക്കുന്നവൻ ഏത് ആത്മാവിലാണെന്നുള്ളത് വിവേചിക്കണം. ഇതിലൊന്നും അനുവദിക്കില്ല. ചിലർ പറഞ്ഞു, ഞാൻ വന്നു, കൈവച്ചു, പ്രാർത്ഥിച്ചു, വിടുതൽ നടന്നു, കാരണം ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടതാ. കൈയടിച്ച് സ്തോത്രം പറഞ്ഞു. ഈ വക വെളത്തിൽ കൊണ്ടൊന്നും ഈ സീലിഞ്ച് വിട്ട് മുകളിലോട്ട് പോകത്തില്ല. അവനോടുകൂടെ ആ വക ഫോഴ്സ് കേൾക്കുന്നവനൊക്കെ ഇവിടെ കിടക്കും. ആമേ. മനസ്സിലാക്കണം. ഇവിടെ എന്താ കൊരിന്ത്യ സഭയോട് പൗലോസ് എഴുതി കൊടുക്കുന്ന ആ ഭാഗം ഒന്നും കൂടെ വായിച്ചേ. 4:1 വായിച്ചേ. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരി. ശുശ്രൂഷ എന്നാ? ഒരിക്കൽ വേറൊരു സഭയ്ക്ക് ഇതുപോലെ കണ്ടപ്പോ എന്നോട് പറയാ, എന്നതാ ഇത്രമാത്രം പ്രസംഗിക്കാനുള്ളത്, എന്നതാ ഇത്രമാത്രം പറയാനുള്ളത്, എപ്പോ നോക്കിയാലും പ്രസംഗം. ഇങ്ങനൊക്കെ ആകെയുള്ളത് എന്നാണെന്നറിയാവോ? യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് തെറ്റാണോ? തെറ്റൊന്നുമല്ല. പക്ഷെ ശരിയാണോന്ന് ചോദിച്ചാൽ അത് സംശയം. കാര്യം ഇങ്ങേരും 10-20 വർഷമായിട്ട് ഒരു സാധനമായിട്ടാണ് ഇരിക്കുന്നത്. വേദപുസ്തകം തുറന്നാൽ ഒന്നും വെളിപ്പെടുന്നില്ല. കാരണം എന്നാ? എടാ, നിന്നിലിരിക്കുന്ന ആത്മാവോട് രോഗസൗഖ്യം കൊടുത്ത അതേ ആത്മാവ് 66 ദിവസം തുറക്കുമ്പോ ഒന്നും മിണ്ടുന്നില്ലല്ലേ? നീ ശരിക്കും കുടുക്കിലാ പെട്ടേക്കുന്നേ. അല്ലേ? പറയാതെ പറ്റില്ല. കാര്യം ഇന്ന് സഭകൾ പലതും, ഇന്നലെ നമ്മൾ ചെന്നപ്പോ എന്താ സംഭവിച്ചേ? അവിടെ ആ കൃപ പ്രാപിച്ച ആ ഒരു ദൈവവാസി അവര് ബലപ്പെടാതെ വന്ന സഭയ്ക്കകത്ത് തളർന്നിരിക്കുക. എന്നാ വിഷയം? സഭയ്ക്കകത്ത് വരുമ്പോ കൃപാവരങ്ങളെ കുറിച്ച് എന്നും നെഗറ്റീവായ പ്രസംഗമാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഇത് കേട്ട് 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 ഇവര് പ്രാർത്ഥിക്കാറായി, ആരാധിക്കാറായി, അവസാനം കെട്ടപ്പെട്ടു. എന്താ ചെയ്തത്? ഒരു കുടുംബം വന്നാൽ അതിനെ എങ്ങനെയും തല്ലിക്കെടുത്തി അവരുടെ കൂർത്തി കൂട്ടണം. ഇങ്ങനെ സത്യം പറയാനല്ല ഉത്സാഹിക്കുന്നത്, എങ്ങനെയെങ്കിലും തല്ലി എന്താ പറയാ, പച്ച പറഞ്ഞ എന്നെ എന്റെ കൊമ്പും വെട്ടി അവിടെ ഇരിക്കുന്നു. ഒരു നാട്ടുഭാഷ ഉണ്ട്. സ്വതന്ത്രം വല്ല ഉണ്ടോ പറയാൻ? ഞാൻ പറഞ്ഞു അത് വിട്ട് കളഞ്ഞേക്ക്. സ്വതന്ത്രം ഞാൻ പറഞ്ഞത് ഒരിടത്തും പോകരുത്, ഇവിടെ ഇരുന്നോണം. അങ്ങനെ വഴി അടച്ച് വെട്ടി മൂടി ഒരിടത്ത് ഇരുത്തിയേക്കും. അവൻ പിന്നെ പോകത്തില്ല. അവിടെ ഇങ്ങനെ ഇരിക്കും. എന്തിനാ ഇരിക്കുന്നത്? എനിക്ക് സംഘടന മുകളിലോട്ട് റിപ്പോർട്ട് കൊടുക്കുമ്പോ ഇത്ര പേര് വന്നെന്ന് പറയണ്ടേ? ഇതാണ് പല സഭകളുടെ അകത്ത് നടക്കുന്ന വിഷയം. ചിലരെ ദൈവം വിളിച്ചിട്ടില്ല. നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവ വചന മർമ്മങ്ങൾ എന്തേ വെളിപ്പെടാത്തത്? ചിലർ ഒരിക്കലും ഈ പത്രോസിന്റെ ലേഖനം, യൂദായുടെ ലേഖനം, യോഹന്നാന്റെ ലേഖനം ഇതൊന്നും എടുക്കില്ല. അതിൻ്റെ അകത്ത് ഒരു വാക്യം എടുത്തിട്ട് പിന്നെ വേറെ വഴിക്കും. അത് അങ്ങനെയല്ല. ആ പറയുന്നതിൻ്റെ അകത്ത് സഭയെ കുറിച്ച് പഠിപ്പിക്കണം. ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങള് പഠിപ്പിക്കണം. ചിലയിടത്ത് നടക്കുന്ന കാര്യം പാസ്റ്റർക്ക് ചിലത് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ എന്ത് ചെയ്യും?
പാസ്റ്റർ ഒരു വാക്യം എടുക്കും. ആ പാസ്റ്റർ ഒരു വാക്യം എടുത്തിട്ട് ആ വാക്യത്തിന്റെ നല്ല വശവും കാര്യങ്ങളെല്ലാം പാസ്റ്ററും പാസ്റ്ററുടെ പാനലും കൂടെ നിൽക്കും. എന്നിട്ട് അതിന്റെ എതിർവശങ്ങളെ ഇവന് ഈ പാസ്റ്ററുടെ എതിർത്ത് നിൽക്കുന്നവരുടെ ഓപ്പോസിറ്റ് നിർത്തും. എന്നിട്ട് പ്രസംഗം കഴിയുമ്പോൾ ഇവരുടെ പാനൽ ആത്മാവിൽ നിറയും, ഓപ്പോസിറ്റ് ഇരിക്കുന്നവനെല്ലാം ദുരാത്മാവിലും നിറയും. അങ്ങനെ ഇറങ്ങിപ്പോ കർത്തൃവേഷം കൂടി സഭയ്ക്കകത്തുനിന്ന് ഇറങ്ങിപ്പോ. ഇങ്ങനെയുള്ള വഷളത്വം സഭയ്ക്കകത്ത് പെരുകി 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 ആ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന പലരും കെട്ടപ്പെട്ടിരിക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വേണ്ടാത്ത വ്യർത്ഥമായ അഭിമാനം വേണോ ദൈവരാജ്യം വേണോ എന്നുള്ളത് ഈ നാടുകളിൽ ചിലര് പരിശോധിക്കണം. വില കൊടുക്കാതെ ആരും അക്കരെ നാട്ടിൽ പോകുന്നു വിചാരിക്കണ്ട. ആമേൻ. വായിച്ചേ, ആ ഭാഗം ഒന്നുകൂടെ വായിച്ചേ, നമുക്ക് വിടാം, സമയം പോയി. ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരെ എണ്ണിക്കൊള്ളട്ടെ. അന്വേഷിക്കുന്നതോ അതായത് പരിശുദ്ധാത്മാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയെ ദൈവത്തിന്റെ ആലോചന, ദൈവാത്മാവിന്റെ വചനങ്ങൾ ആ വ്യക്തിക്ക് ദൈവം കൊടുക്കുമ്പോൾ ഇത് പ്രാപിക്കുന്ന വ്യക്തിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന എന്താണെന്നറിയോ? വിശ്വസ്തത. കാര്യം ദൈവാത്മാവ് പകരുന്ന കാര്യം മൂടി വെക്കാതെ അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇത് പറയുമ്പോൾ എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്നാണെന്നറിയോ? എന്നോട് പറഞ്ഞ, ബ്രദറെ, നമ്മൾ അങ്ങനെ എല്ലാം ഒന്നും തുറന്നു പറയരുത്. ഓക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അതെന്താ പറഞ്ഞത്? നമ്മൾ അവർ ആവശ്യമുള്ളത് മാത്രം കൊടുത്താൽ മതി. പണ്ടൊരു ദൈവാസം പറഞ്ഞുകൊണ്ട് ഒരു സഭയെ കുറിച്ച് പറഞ്ഞ, ഒരു വലിയൊരു സംഘടനയെ കുറിച്ച് പറഞ്ഞ എവിടെ ചെന്നാലും പെട്ടിക്കടയാ, എവിടെ ചെന്നാലും പെട്ടിക്കട. ചെന്ന് കഴിഞ്ഞാൽ ഒരു നാരങ്ങ വെള്ളവും കാണും, ഒരു ഇതും കാണും, ചെറു തിന്നാനും കാണും. ഇത് മാത്രം അതിൻ്റെ കാണത്തുള്ളൂ. അത് പെട്ടിക്കട. എല്ലായിടത്തും ഈ പെട്ടിക്കടയിൽ നിന്ന് ആ പെട്ടിക്കട കയറുന്ന പോലെയുള്ളൂ. അല്ലാതെ ഈ വചനം പറയുന്ന നിലവാരത്തിലുള്ളതൊന്നും അത് ഈ നാളുകൾക്ക് വേണ്ടതൊന്നും വെളിപ്പെടുന്നില്ല. കാരണം എന്നാ, ഇത് കോമ്പറ്റീഷൻ അല്ലേ. അവൻ പോകരുത്, ഇവനും പോകരുത്, ഞാനും പോകരുത്. എങ്ങനെയുണ്ട്? അവനെയും വിടില്ല, ഇവനെയും വിടില്ല, ഞാനും വിടില്ല. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ വല്ല വിധേയനെയും ഞാനും എന്റെ കുടുംബവും, എടാ ഈ ഇരട്ടത്താപ്പ് ദൈവം കണ്ടോണ്ടല്ലേ ഇരിക്കുന്നേ. എടാ നീ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചവരാരും നിത്യത കാണരുതെന്ന് ആഗ്രഹിക്കുകയും നിന്റെ കുടുംബം രക്ഷപ്പെടുകയും ചെയ്യണം നീ ആഗ്രഹിച്ച ദൈവം എവിടെയാണ് പിടിക്കാൻ പോകുന്നത്? അതുകൊണ്ട് മനസ്സിലാക്കണം, ഇതെല്ലാം സ്വർഗത്തിൽ ദൈവം കണ്ടോണ്ടായിരിക്കുന്നത്. എന്താ കർത്താവ് പറഞ്ഞത്? വിശ്വസ്ത. അവിടെ വായിക്കുന്നത് എന്താണ്? അന്വേഷിക്കുന്നതോ കണ്ടോ? വിശ്വസ്തരായിരിക്കണം. ഇന്ന് ഇല്ലാത്തത് എന്താണെന്ന്? വിശ്വസ്തത. മനുഷ്യരോടുള്ള വിശ്വസ്തത എല്ലാവർക്കും ഉണ്ട്, സംഘടനയോടുള്ള വിശ്വസ്തത എല്ലാവർക്കും ഉണ്ട്. എത്ര പേർക്ക് ദൈവത്തോട് വിശ്വസ്തതയുണ്ട്? ദൈവവചനത്തോട് വിശ്വസ്തതയുണ്ട്? അതിലെ സത്യത്തോട് വിശ്വസ്തതയുണ്ട്? ഇന്ന് വിശ്വസ്തരില്ല. ഹല്ലേലൂയ. ഞാൻ കുറ്റം പറയുന്നതല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, കുറ്റമല്ല പറയും, ഞാൻ യാഥാർത്ഥ്യം പറയാം. നമ്മളിലെ ചെറുപ്പക്കാര് യൂത്ത് ക്യാമ്പുകളും പ്രോഗ്രാമുകളെല്ലാം തകൃതിയായിട്ട് എല്ലാവരും നടത്തുന്നുണ്ട്. എല്ലാ യൂത്ത് ക്യാമ്പുകളും നടന്നു പോകുന്നുണ്ട്. യൂത്ത് ക്യാമ്പ് വരുമ്പോൾ എല്ലാവരും ആത്മനിറവില് പാട്ടും തുള്ളലും ചാട്ടവും കഴിഞ്ഞിട്ട് ഒരു പ്രായം കഴിയുമ്പോൾ അവരുടെ സ്തോത്രം ഹല്ലേലൂയ അവരുടെ ഭൗതികമായ കാര്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ദൈവാത്മാവും ഇല്ല, ദൈവശബ്ദവും ഇല്ല, ദൈവത്തിന്റെ വിളിയില്ല, ഒന്നുമില്ല. അവിടെ പണമാണ് മുഖ്യമായി നിൽക്കുന്നത്. എൻ്റെ ഒറ്റ ചോദ്യമുണ്ട്, ഏത് ആത്മാവാ അതല്ല ഈ പിള്ളാരിലെല്ലാം കയറിയിരിക്കുന്നതെന്ന് ഏതെങ്കിലും തലമൂത്തവർ ചിന്തിച്ചിട്ടുണ്ടോ? ആവശ്യം വരുമ്പോ ദൈവനാമത്തിന് വേണ്ടി ഇവർ ആരും നിൽക്കുന്നില്ല. കാരണം എവിടെയാ? ഇന്ന് പലയിടത്തും ചെല്ലുമ്പോ കാണുന്നത് കുറെ അപ്പച്ചന്മാരെയാ. പലയിടത്തും കാണുമ്പോൾ ദൈവവേലയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കുറെ നരച്ച തലയല്ലാതെ ഒരു യുവാക്കന്മാരെ പോലും പലയിടത്തും കാണുന്നില്ല. വളരെ വിരളമായ അവിടെ ഇവിടെയുമായിട്ട് ചിലർ മാത്രം കഷ്ടതയുടെ നടുവില് കണ്ണുനീരിന്താണ് വിളിയോടുള്ള ബന്ധത്തില് കഷ്ടത സഹിച്ചു മുമ്പോട്ട് പോകുന്നല്ലാതെ എത്ര പേരുണ്ട്? എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് രാജ്യങ്ങളെ ഇളക്കട്ടെ. ഇനി രാജ്യങ്ങളെ ഇളക്കട്ടെ, കർത്താവ് ഇളക്കട്ടെ. കർത്താവിനെ മറന്നു പോകുന്നവരെയൊക്കെ കർത്താവ് ഓർപ്പിക്കും ചിലത്. മനസ്സിലാകുന്നുണ്ടോ? വെറുതെ പറയുന്ന വിഷയമല്ല. അനേകർ കർത്താവിനെ മറന്നുപോയി, കർത്താവിന്റെ വിശ്വസ്തതയെ കുറിച്ചൊക്കെ മറന്നുപോയി. സൺഡേ സ്കൂളിലെ യേശു, യൂത്ത് മൂവ്മെന്റിലെ യേശു, കൊയറിലെ യേശു, ഇതൊക്കെ വിടുന്ന ദൈവമുണ്ട്. മനസ്സിലാവുന്നു? ഇതിൽ നിന്നൊക്കെ മാറ്റം. ചിലർക്ക് അത് ഇപ്പോഴും സൺഡേ സ്കൂൾ VBSലെ യേശുവായിട്ട് ഇരിക്കുക. നീ PYPയും യൂത്ത് മൂവ്മെന്റ് എല്ലാം ഉണ്ട്.
എല്ലാവർക്കും ആകെയുള്ള വിളി എവിടെയാണെന്നറിയാമോ? 2 ലൈൻ, ഒന്ന് ഹിന്ദി അല്ലെ തമിഴ് അല്ലെ ഇംഗ്ലീഷ്, 4 വരി കോറസ് പാടുക, എല്ലാം കൈയ്യെടുത്ത് ആരാധിക്കുക, സ്തോത്രം, ദൈവം നാമം മഹത്വം. പിന്നെ ഇന്ന് വൈകിട്ട് ഞാൻ അങ്ങ് ഉഗാണ്ടയ്ക്ക് പോവുകയാണ്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതൊക്കെ ദൈവം വെറുക്കുകയാണ് ഈ നാളുകളിലാ. കാര്യം മനുഷ്യൻ എത്രയോ, കേരളത്തിലാകട്ടെ ഇന്ത്യയിലാകട്ടെ എത്രയോ ദേശങ്ങളിൽ സ്തോത്രം കർത്താവിനെ അറിയാത്ത ഇന്നൊരു, ഞാൻ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് പോയപ്പം ഒരിക്കൽ എന്നെ കൊണ്ടുപോയ ദേവദാസൻ എന്നോട് പറഞ്ഞു, ഞാൻ അപ്പൊ നിങ്ങൾ ട്രാക്ട് കൊടുത്ത് ഇങ്ങനെ പോകും. അപ്പം ഓരോ ഗ്രാമത്തിൽ ചെന്ന തീയില്ല, വീണ്ടും കണക്കുന്ന ലക്ഷക്കണക്ക് ഗ്രാമങ്ങൾ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ട്രാക്ട് കൊടുത്തു. ഇപ്പൊ എൻ്റെ കൂടെ വന്ന ഒരു പാസ്റ്റർ ബെന്നി എന്നാണ് ദേവദാസിന്റെ പേര്. ആ ദേവദാസിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോകുന്ന വഴിക്ക് എന്നോട് പറഞ്ഞു, വിൻസെന്റ് പാസ്റ്ററെ, ഇപ്പോഴും ഒരു മനുഷ്യൻ പോലും യേശു എന്ന പേര് പോലും കേട്ടിട്ടില്ലാത്തവര് ഈ ഇന്ത്യയിലുണ്ടെന്ന് പറയും. യേശു എന്ന ഒരു വ്യക്തി, ഒരു പേര് പോലും കേട്ടിട്ടില്ലാത്തവരുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ച അതൊക്കെ ചുമ്മാ ഒരു ആലങ്കാരമായിട്ട് പറയുന്നത്. യേശു എന്ന് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊരു മലയാളിയുടെ ഒരു അനുഭവത്തിലിരുന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു സംശയം ഉണ്ടോ? അപ്പൊ പുള്ളി അവിടെ നിന്നിട്ട് പോയ 2, 3, 4 പേരോട് ഹിന്ദിയിൽ അദ്ദേഹം യേശുവിനെ അറിയുമോ എന്നുള്ളത് ചോദിച്ചു. അപ്പൊ അത് ആരാന്ന് ചോദിച്ചത്. ആ പേര് കേട്ടോണ്ടെന്ന് വേറെ ആൾ ചോദിച്ചു, അതാരാ? അപ്പൊ അങ്ങനെ പോലും കേട്ടിട്ടില്ലാത്തവര് കിടക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളായിരിക്കുന്നത്. നമ്മളുടെ ആശയം എന്താ? വല്ലവിധേനേയും എന്റെ സഭയിലെ ആ സഹോദരനെയും കുടുംബത്തെക്കാൾ കവച്ച് വെട്ടണം. പല ഭാഷന്മാരും പ്രാർത്ഥിച്ചു വിടുന്ന എന്റെ മക്കൾ വല്ല വിധേനയും പോകണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററോട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? എന്നോട് പറഞ്ഞ മക്കൾ 2 പുറത്താ. ഓക്കെ, അവര് ശുശ്രൂഷൻ ജോലിയുവാ. ഓക്കെ, സഭാ ശുശ്രൂഷ ഉണ്ടോ? അതില്ല. പിന്നെ എന്നാ ശുശ്രൂഷ? ഇതുപോലെ 4-5 പാട്ട് പാടും, കൈപൊക്കി നിൽക്കും, 15 മിനിറ്റ് കഴിയുമ്പോൾ പോയി അവിടെ ഇരിക്കും. ബാക്കിയുള്ളൊരു പുരുഷമുക്കം പുറകെ ഉണ്ടല്ലോ, ഇതാണ് ശുശ്രൂഷ. പിന്നെ ജോലി ഉള്ളിടത്ത് പറയും യേശു നല്ലവനാണെന്നൊക്കെ പറയണം. എൻ്റെ പൊന്നു കുഞ്ഞെ, നീ ഇത്ര എത്തിയത് എങ്ങനെയാന്ന് മറന്നുപോയി. ഒരു 2 തലമുറ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഇത്ര എത്തിച്ചത് മറന്നുപോയി. ദൈവം വിശ്വസ്തനല്ലെന്ന് കണ്ടിട്ട് പലരും ഈ മാർഗം വിട്ടു. എന്താ കാര്യം? അപ്പച്ചനും അമ്മയും വളരെ പ്രയാസപ്പെട്ടു, അനുഭവിച്ചു. അതുകൊണ്ട് ഞങ്ങള് ഈ കഷ്ടത അനുഭവിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, ഗവൺമെന്റ് ജോലിയായിരുന്നു നിങ്ങൾ അല്ലേ? ഹല്ലേലൂയ, എന്റെ മക്കൾ ഈ ജോലി വരണമെന്നാണോ വരലെന്നാണോ ആഗ്രഹിച്ചത്? സുവിശേഷ പോലെ മാത്രമേ നിന്നയുള്ളൂ. ഹല്ലേലൂയ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയി ഇരുന്ന് ഓരോ കാര്യങ്ങളും കേസുകളും കാര്യങ്ങളും നടത്തി വീട്ടിൽ വന്നിട്ട് പോകുമ്പോ വീട്ടിലേക്ക് ഫോൺ കോൾ വരെ, തെറിയുടെ ഫോൺ കോള്. ട്രാക്ട് കൊടുത്തിട്ടല്ല തെറി കേട്ടത്, പിന്നെ എന്നാ? എല്ലാ ജോലിക്കും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ഇത് മനസ്സിലാക്കാൻ ബലഹീനമായി ജനിക്കുന്ന ഈ മക്കളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവര് മനസ്സിലാക്കണം സുവിശേഷ വേലയ്ക്കകത്തും ഈ കഷ്ടതയുണ്ടെന്ന്. അത് മനസ്സിലാക്കി അതിനുവേണ്ടി ചുമര് കൊടുക്കുന്ന ഒരു പുതുതലമുറയെ പ്രതീക്ഷിച്ചു. എല്ലാവരും വർഷിപ്പ് കൊണ്ടും 3-4 പാട്ടും ഒരു 5 മിനിറ്റ് ടെസ്റ്റ് മണി കൊണ്ട് അവൻ്റെയൊക്കെ ആയുസ് തീരുന്ന പരിപാടിയും കൊണ്ട് പൊക്കോണ്ടിരിക്കുക. ഇതല്ല ക്രിസ്തീയ ജീവിതം. നമ്മൾ സാക്ഷിയായി നിൽക്കണം. കർത്തവ്യയുടെ നടുവിൽ സാക്ഷിയായി നിൽക്കാൻ റെഡിയാണോ? ഭീരുക്കൾ ആരും ദൈവരാജ്യത്തിൽ പോകത്തില്ല. പോവോ? പറ, ഭീരുക്കൾ പോവോ? ഭീരുക്കൾ അറയ്ക്കപ്പെട്ടവർ ആരെങ്കിലും പോവോ? വെളിപ്പാട് ദിവസം അടുത്തേ. ഹല്ലേലൂയ, ആ വാക്യം എന്താ? ഒന്നുകൂടെ വായിച്ചേ. ഹല്ലേലൂയ, എന്താണ് ഇവിടെ വായിക്കുന്നത്? സ്വർഗീയ യെരൂശലേമിനെ ഹല്ലേലൂയ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടു. യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടപ്പോൾ എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഹല്ലേലൂയ, പുതിയ യെരൂശലേമിനെ കുറിച്ച് അവിടെ കണ്ടു അല്ലേ? ഹല്ലേലൂയ, ഓ സ്തോത്രം. അതിന്റെ 21-ാം അധ്യായം, വെളിപ്പാട് ദിവസം 21-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 27-ാം വാക്യം, 7ഉം 8ഉം ഒന്ന് വായിച്ചേ. 21-ാം അധ്യായം 7ഉം 8ഉം വാക്യം. സമയം പോയി നിർത്താം. എന്നിവർക്കും ഉള്ള ഓഹരി സ്തോത്രം. അവിടെ വായിക്കുന്നത് എന്താണ്? എന്നാൽ ഭീരുക്കൾ. ആരാ ഭീരുക്കൾ? ഹല്ലേലൂയ, ഭീരുക്കൾ ആരാ? കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കാതെ, സത്യത്തിന് വേണ്ടി നിൽക്കാതെ. എന്താണ് സത്യം? പറ, ഒന്ന് പറഞ്ഞേ. കർത്താവായ യേശു ക്രിസ്തു, ഞാൻ തന്നെ വഴിയും സത്യവും
ജീവനുമാകുന്നു. ഈ ലോകത്തിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകയാല് സ്വന്തം നിലനിൽക്കുന്ന രാജ്യത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ കർത്താവിനോട് കൂടെ അവന്റെ രാജ്യത്തിൽ വസിക്കുമെന്നുള്ള ആ സത്യം അളവിയ ജനത്തോട് പറയണം. അപ്പോൾ വരുന്ന രാജ്യത്തെ കണ്ടിട്ട് സ്വന്തം ഈ സാഹചര്യത്തെ നോക്കി ഇതെല്ലാം വിട്ടുപോകുന്ന ഒരു വ്യക്തി ഒരിക്കലും അക്കരെ നാട് കടക്കത്തില്ല. ആമേൻ. അക്കരെ നാട്ടിൽ എത്തത്തില്ല. സ്വർഗീയ യെരൂശലേമിനെ കുറിച്ച് ആരാണ് ഭീരുക്കൾ? ആരാണ് ഭീരുക്കൾ? ദൈവം അനേകരെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അനേകര് പല കാരണങ്ങളാൽ കർത്താവിനെ പോയിക്കൊണ്ടിരിക്കുക. മനസ്സിലാക്കണേ, ഇസ്രായേൽ ജനം ഇതുപോലെ പോയി. ദൈവത്തെ മറന്നു, ദൈവത്തിന്റെ വഴികളെ മറന്നു. എല്ലാം വന്നപ്പോ കർത്താവ് എന്ത് ചെയ്യുന്നു? പ്രവാസത്തിലേക്ക് വിട്ടു. ആ ഇസ്രായേൽ മക്കൾ സ്വതന്ത്രം തെറ്റ് ചെയ്തപ്പോൾ അവരെ പ്രവാസത്തിലേക്ക് വിട്ടത് നല്ലതാണെങ്കിൽ, ഈ ക്രിസ്തുവിൽ ജനിച്ച് അവന്റെ നാമത്തെ അനുസരിക്കാതെ ലോകമോഹത്തിന്റെ പുറകിൽ പോയവന് വേണ്ടി ഈ അവനെ സ്വർഗത്തിൽ കൊണ്ടുപോയ അത് വലിയ തിന്മയല്ലേ? അല്ലേ? വലിയ തിന്മയല്ലേ? അപ്പോൾ എന്താണ് വേണ്ടത്? സത്യത്തിന് വേണ്ടിക്കണം. അപ്പോൾ ഭീരുക്കൾ വായിച്ചേ. അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, തീയും ഗന്ധവും കത്തുന്ന സ്വതന്ത്രം. അപ്പോൾ മനസ്സിലാക്കണം, അതിലേക്ക് നമ്മൾ ചെന്ന് വീഴാതെ സ്വതന്ത്രം നമ്മളെ സൂക്ഷിക്കേണ്ടത് ഹല്ലേലൂയ വളരെ ആവശ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അവിടെ വചനം വായിക്കും നമുക്ക് മറ്റൊരു ഭാഗം അതിന്റെ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. 22-11. നീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. ശ്രദ്ധിക്കണം, നമ്മെ നോക്കുന്നത് നാം വീണ്ടും നീതി പ്രവർത്തിക്കണം. അല്ലേ? നീതി പ്രവർത്തിക്കുന്ന അതിൽ സന്തോഷിക്കണം. നീതി ചെയ്യുന്നവൻ ഇനിയും നീതി ചെയ്യണം. അടുത്തത് വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധീകരിക്കട്ടെ. അടുത്തത് ശ്രദ്ധിക്കട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുക. ശ്രദ്ധിക്കണം, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക്. അവിടെ ഏതെങ്കിലും പാസ്റ്റർമാര് കയറുന്നത് വേണ്ട കർത്താവേ, ഇത് നമ്മുടെ വീട്ടിലെ ആളാണ്, പ്രത്യേക കൺസിഡറേഷൻ വേണം, ഞാൻ ലെറ്റർ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, വല്ലതും നടക്കോടെ? പ്രസ്ഥാനത്തിന്റെ സീലുണ്ട്, വല്ലതും നടക്കുവോ? സീലല്ല, നിന്റെ ഫോട്ടോ ഒട്ടിച്ചാലും രസമില്ല. അല്ലേ? വായിച്ചേ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം നമ്മുടെ ദൈവത്തിന്റെ കരത്തിലുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് മൗനമായിരിക്കുന്നവനല്ല, ഇത് പ്രതിഫലം ദൈവം കൊടുക്കും. പ്രതിഫലം ദൈവം കൊടുക്കും. ഇതിന്റെ നടുവിൽ, ഈ കഷ്ടതയും കണ്ണുനീരിന്റെ നടുവിലൂടെ ഈ തലമുറയിലും പോകാൻ അല്ലെങ്കിൽ മനസ്സുള്ളവന് പ്രതിഫലം തീർച്ചയായും ലഭിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരിക്കൽ ഒരു മാസം പോലെ പറഞ്ഞൊരു കാര്യമാണ്, പണ്ടൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ വല്ല വിധേനൊക്കെ ചെയ്യും, അന്ന് ഇത്രയൊന്നും ചെലവില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെ വല്ലതും ആണോ? തൊടുന്നു പിടിക്കുന്ന ചെലവില്ല. അപ്പോൾ കർത്താവിന്റെ കൈ കുറുതായി പോയി 2025 അല്ലേ? ഇപ്പൊ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ദൈവത്തിന് കർത്താവ് പോലും രക്ഷയില്ലാതെ നിൽക്കുക എന്നാണ് ഇവന്റെയൊക്കെ വായിന്ന് വരുന്നത്. എന്റെ ദൈവം നടത്തുമെന്നല്ല പറയുന്നത്, എന്റെ ദൈവം നടത്തുമെന്നല്ല. എന്നാൽ ഇതിന്റെ നടുവിലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന എത്രയോ പേര്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ലോകര് പോകുന്ന ഈ തലമുറയിൽപ്പെട്ട പലരും പോയി പലതും പ്രാപിച്ചു നിൽക്കുമ്പോൾ ഹല്ലേലൂയ, അതിന്റെ നടുവിൽ ഒന്നുമില്ലാതെ, ഇന്നും ഒരു വീടോ സാഹചര്യമോ ഇല്ലാതെ കണ്ണുനീരിലിരിക്കുന്ന എത്രയോ ദൈവദാസന്മാർ. അവരുടെ അധ്വാനവും അവരുടെ കഷ്ടതയും കാണാതെ പോകുന്നതാണ്. നോ നോ നോ, അതിന്റെ പ്രതിഫലം തീർച്ചയായും ലഭിക്കും. മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് നമ്മെ വഹിക്കുന്നുവെങ്കിൽ ഇന്ന് നീ വിശ്വസ്തതയാചരിക്കണം. ഇന്ന് എന്തുകൊണ്ടാണ് അളവിയ വിശ്വസ്തതയില്ലാത്തത്? രക്ഷാനുഭവം നഷ്ടപ്പെട്ടു പോയി. അല്ലേ? വായിച്ചേ, തുടർന്ന് വായിച്ചേ. വെളിപ്പാട് എന്റെ പക്കലുണ്ട്. 13. ഞാൻ അൽഫയും 13 ഞാൻ അൽഫയും ഒമേഗയും
ഒന്നാമനും ഒടുക്കത്തവനും ആ. ആദിയും ആ. അന്തവുമാകുന്നു. ആകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ ആ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ശ്രദ്ധിക്കണം, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ ആ നമ്മുടെ പ്രത്യാശ എന്നാണെന്നറിയാം, ആ ജീവവൃക്ഷം ആദാമ്യ മാതാപിതാക്കന്മാരാകുന്ന ആദാമിന് ഹവ്വായ്ക്കും മുമ്പിൽ അടയപ്പെട്ടു പാപനിമിത്തപ്പോൾ അത് നമുക്ക് ഇനി അവകാശമായിട്ട് ലഭിക്കുക. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അത് അവകാശമായിട്ട് കിട്ടിയതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ ഇനി അത് അവകാശമായിട്ട് കിട്ടും. കാര്യം എന്നാണെന്നറിയാവോ, ഇനി പാമ്പ് കയറി വന്ന് വഞ്ചിച്ചാലും വഞ്ചിക്കാൻ കഴിയാത്ത ഒരു ശരീരത്തിലേക്ക് നമ്മൾ രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞു. മാത്രമല്ല നമ്മൾ ദൈവ തേജസ്സുണ്ട്. നമ്മൾ ഈ ആയുസ്സിലിരുന്നു കൊണ്ട് പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ അവരുടെ അനാദിത്യത കാര്യബദ്ധതയെ കുറിച്ചും അറിഞ്ഞിരിക്കുക നിമിത്തം അതിൽ നിന്ന് നമ്മളെ വലിച്ചു കളയുവാൻ ഒരു സർപ്പശക്തികൾക്കും കഴിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ എവിടേക്കാണ് നമുക്ക് അവകാശം ലഭിക്കുന്നത്? ജീവന്റെ വൃക്ഷത്തിൽ അധികാരമുണ്ടാകേണ്ടതിനും ആ നമ്മുടെ വലിയൊരു പ്രത്യാശ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്താണ്? ആ 12 അടിസ്ഥാനത്തിന്മേൽ 12 ഗോപുരം അല്ലേ? ആ 12 ഗോപുരങ്ങൾ വിശുദ്ധന്മാരുടെ മുമ്പിൽ തുറന്നു വെക്കുമ്പോൾ നാമും പ്രവേശിക്കും. അതിലൊരു ഗോപുരത്തിലൂടെ വിശുദ്ധ നഗരത്തിൽ പ്രവേശിക്കും. അവിടെ മരണമില്ല, ദുഃഖമില്ല, കണ്ണുനീരില്ല, വിശപ്പില്ല, പ്രതിസന്ധികളില്ല. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുയേശുവിലൂടെ നിത്യ യുഗം വാഴുകയും ചെയ്യും. വായിച്ചേ. ആ നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ശ്രദ്ധിക്കണേ, നാം ഈ നാളുകളിൽ ഈ കഷ്ടത്തിന്റെ നടുവിൽ പലതും വേണ്ടെന്ന് വെച്ച് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ അവന്റെ രക്തത്താൽ നമ്മൾ കഴുകുകയാണ്. എവിടെയെങ്കിലും ഇടർച്ച വരുമ്പോൾ, വീഴ്ച വരുമ്പോൾ, കുറവ് വരുമ്പോൾ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് കണ്ണുനീരോട് അവന്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ അവന്റെ രക്തം, നിഷ്കളങ്ക രക്തം നമ്മെ ശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ നാം അങ്കി അലക്കി വെളുപ്പിച്ച് ഒരുക്കത്തോടു കൂടി ഇരിക്കുന്ന വിശുദ്ധനെ ചേർക്കുവാനാണ് യേശു ക്രിസ്തു മേഘത്തിൽ വേഗം വരുവാൻ പോകുന്നത്. വായിച്ചാട്ടെ. ആ നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുന്നവരും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ആ പറയപ്പെട്ട കാര്യങ്ങൾ എത്രയോ സ്വതന്ത്രം ശക്തമാണ്. അവിടെ വായിക്കുന്നതാണ് നായ്ക്കൾ, സ്വതന്ത്രം ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ, കൊലപാതകന്മാർ, ബിംബാരാധികൾ, ഭോഷ്കിൽ പ്രിയപ്പെടുന്നവർ, അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അപ്പോൾ മനസ്സിലാക്കണം, ഈ പറയുന്ന അശുദ്ധികളെല്ലാം ഈ ലോകത്തിൽ അശുദ്ധി എണ്ണുന്നവന് മാത്രമേ സ്വർഗരാജ്യം കാമ്യമാകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഇരുന്ന് അശുദ്ധികളും ആളുകൾ തെറ്റുകളും ആളുകൾ പലവിധ പാപ സ്വഭാവങ്ങളും കണ്ടുവരുമ്പോ സാരമില്ല, ലോകമല്ലേ, നാളെ ഞാനും വീണു പോകാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, അതിനെ വെറുക്കുകയല്ല, അതിനോട് തഞ്ചപ്പെടുകയാണ്. അതൊരിക്കലും ആത്മീകമല്ല, അതൊരിക്കലും വിശുദ്ധമല്ല. മനസ്സിലാക്കണം. അപ്പോൾ എന്ത് വേണം? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തള്ളുവാനായിട്ട്. അത് ഈ ലോകത്തിൽ കണ്ടാലും തെറ്റാന്ന് പറയുന്നവന് മാത്രമാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതൽ ഈ കാലഘട്ടത്തിൽ ഇരിക്കുമ്പോൾ മനസ്സിലാക്കണം, വിഗ്രഹാരാധന കണ്ടുവരുമ്പോൾ നമ്മൾ പറയും സാരമില്ലെന്ന്. പക്ഷെ ഒരു വിഗ്രഹാരാധന ദൈവരാജ്യത്തിൽ പോകത്തില്ലെങ്കിൽ പള്ളികളുടെ അകത്തും വിഗ്രഹം വെച്ചോണ്ടിരിക്കുന്ന സംഘടനകളുടെ കാര്യം എന്തായിത്തീരും? അവരാരും ഇത് കാണുന്നില്ലേ? ഒരു വിഗ്രഹാരാധിയും സ്വർഗീയ യെരൂശലേമിൽ പോകില്ലെന്ന് വചനം എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരിടത്തത് കണ്ടുവരുമ്പോ സാരമില്ല, അതവിടെ ഇരുന്നോട്ടെ എന്ന് ഒരിക്കലും ഒരു രക്ഷിക്കപ്പെട്ട ദൈവം ഇതിൽ പറയരുത്. മനസ്സിലാവുന്നുണ്ടോ? വായിച്ചേ. ആമേൻ. അവിടെ പറയുന്നത് ക്ഷുദ്രം പ്രവർത്തിക്കുന്നവരും ആഭിചാരം പ്രവർത്തിക്കുന്നവൻ എല്ലാം പുറത്തു തന്നെയാണ്. ആളുകൾ ചെറിയൊരു തെറ്റല്ലേ, സാരമില്ലെന്ന് വെച്ച് കണ്ണടയ്ക്കാം, അതോടുകൂടി നിന്റെ മുമ്പിൽ അടയപ്പെടുന്നത് ദൈവരാജ്യം തന്നെയാണ്. ആമേൻ. വായിച്ചാട്ടെ, തുറന്ന് വായിച്ചാട്ടെ, വേഗം നിർത്താം. ആ ആ ആ ആ പുറത്തു തന്നെ. ആ ആ കണ്ടത് ആർക്കാണ് എഴുതിയിരിക്കുന്നത്? സഭയ്ക്കാണ് എഴുതിയിരിക്കുന്നത്.
ഹല്ലേലൂയ. ഈ എഴുതിയിരിക്കുന്ന വചനങ്ങളെല്ലാം ക്രിസ്തു എഴുതിയിരിക്കുന്നത് സഭയ്ക്കാണ്, നമ്മളോട് ഓരോരുത്തരോട് നമുക്ക് തരുന്ന പ്രോമിസാണ്. അവന്റെ ഭവനത്തിൽ ഈ പറയുന്നവർ ആരും വരില്ല. ഒരുപക്ഷെ സഭയ്ക്കകത്ത് വർഷങ്ങളായിട്ട് മദ്യപാനം വിടാതിരിക്കുന്നവൻ അടുത്ത് കണ്ടേക്കാം, ദൂർനടപ്പുള്ളവൻ കണ്ടേക്കാം, ഇടയ്ക്ക് പഴയ പള്ളിയിൽ പോയിട്ട് വരുന്നവനൊക്കെ കണ്ടേക്കാം. പക്ഷെ മനസ്സിലാക്കണം, അവരാരും സ്വർഗത്തിന് വരത്തില്ലെന്ന് ക്രിസ്തു തന്നെ നേരിട്ട് പറഞ്ഞേക്കാം. ഇതിലും വലിയ പ്രോമിസ് എവിടെ വേണം? പറ, എവിടെ വേണം? ഹല്ലേലൂയ. മനസ്സിലാക്കണം, ഇതിന്റെ അകത്ത് പലതും അഡ്ജസ്റ്റ് ചെയ്ത അനേകരുടെ മുമ്പിൽ പലതിനും ഹല്ലേലൂയ സാഹചര്യം ഒരുക്കി കൊടുക്കുമ്പോൾ നീ നിന്റെ നിത്യതയും നിന്റെ വാക്ക് കേൾക്കുന്നവരുടെ നിത്യതയും നീ നശിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ കർത്താവിന്റെ വാഗ്ദത്തം മാറുന്നില്ല. ഈ പറയപ്പെടുന്നവരാരും കർത്താവിന്റെ ഭവനത്തിൽ വരികയില്ല. ആമേൻ. അവന്റെ ഭവനം സൂക്ഷിക്കാൻ കർത്താവിനറിയാം, അല്ലേ? കർത്താവിന്റെ ഭവനം സൂക്ഷിക്കാൻ കർത്താവിനറിയാം. അതിന് നമ്മളൊന്നും ചെയ്യേണ്ട. നാം തന്നെത്താൻ സൂക്ഷിക്കണം. എങ്ങനെ? നാം യേശുവിന്റെ രക്തത്താൽ നമ്മുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കണം. ആമേൻ. ഏതെങ്കിലും മലിനത നമ്മളെ തൊടുവാനായി കയറി വന്നാൽ അതിനെ അറിഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുവാൻ തക്കവണ്ണം ദൈവകൃപ പ്രാപിക്കുവാൻ ഇടയാകട്ടെ. കർത്താവിന്റെ രാജ്യത്തിൽ, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നാം അവന്റെ സന്നിധിയിൽ ചേർക്കുവാനിട്ട് ഇടയായി തീരട്ടെ. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകും. റോമാലേഖനം വ്യക്തമായിട്ട് പറയുന്നു, സർവ്വ സൃഷ്ടിയും ഈറ്റുനോവോട് കൂടിയിരിക്കുന്നു. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ഈ സർവ്വ സൃഷ്ടിയും കാത്തിരിക്കുകയാണ്. നാം രൂപാന്തരം പ്രാപിച്ച് ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് സകല ദുഷ്ടം മാറി ഈ ഭൂമി കുടഞ്ഞു കളയുവാൻ ഇടയായി തീരും. ആ കാലഘട്ടത്തിന് മുമ്പേ ദൈവരാജ്യത്തിൽ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗ്ഗം നിങ്ങളെ സഹായിക്കണം. ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിച്ചാട്ടെ. യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നിങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ആ രക്തത്തിൽ ആശ്രയിച്ച് അത് നിങ്ങളുടെ സ്വന്തം ഹല്ലേലൂയ നീതി വസ്ത്രങ്ങളെ ശുദ്ധമാക്കുക, നീതി പ്രവർത്തികളാൽ സ്വന്തം നടത്തപ്പെടുവാൻ തക്കവണ്ണം കർത്താവിന്റെ കൃപ നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഈ വചനങ്ങളെ നിങ്ങളെ കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. കർത്താവിന്റെ മേശ നമ്മുടെ നടുവിലുണ്ടല്ലോ. നമുക്ക് ദൈവസ്ഥലം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഈ കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും